കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಮಹಿಮೆಯುಂಟಾಗಲಿ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ಸೇರಿ ಬಂದಿರುವ ನಿಮಗೆಲ್ಲರೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ವಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ಕರ್ತನ ನಿಮ್ಮನ್ನು ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ആമേൻ. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ദിവസങ്ങൾക്കായി ദൈവത്തിന് മഹത്വം. ದೇವರ ಸಾನ್ನಿಧ್ಯವು ಇಳಿಯೋ ದಿನಗಳಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. പത്രോസ് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ಪೇತ್ರನು ಕರ್ತನ ಹತ್ರ ಹೀಗೆ ಹೇಳಿದ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ನಾವಿಲ್ಲಿ ಕುತ್ತುಕೊಳ್ಳುವುದು ಒಳ್ಳೆಯದು. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാം. ನಾವು 3 ಟೆಂಟ್ಗಳನ್ನು ಕಟ್ಟುತ್ತೇವೆ, ಗೂಡಾರಗಳನ್ನು ಕಟ್ಟುತ್ತೇವೆ. ഒന്ന് ആമേൻ നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ಒಂದು ಮೋಶೆಗೆ, ಒಂದು ಏಲಿಯನಿಗೂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ನಾವಿಲ್ಲಿ ಕುತ್ತುಕೊಳ್ಳುವುದು ಒಳ್ಳೆಯದು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മോശ ആമേൻ അത് തന്നെയാണ് കർത്താവോട് പറഞ്ഞത്. ಮೋಶೆ ಅದಾಗಿದೆ ಕರ್ತನ ಹತ್ರ ಹೇಳಿದ್ದು. ആമേൻ. സാന്നിധ്യം കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. ನಿಮ್ಮ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬರುತ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ನಮ್ಮನ್ನು ಕಳಿಸಬಾರದೆಂಬ. പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യമില്ലാത്ത ആരാധന, ಸಾನ್ನಿಧ್ಯವಿಲ್ಲದೆ ಇರೋ സാന്നിധ്യമില്ലാത്ത വചന ശുശ്രൂഷ, ಸಾನ್ನಿಧ್ಯವಿಲ್ಲದೆ ಇರೋ ವಾಕ್ಯ ಸಾರುವಿಕೆ, സാന്നിധ്യമില്ലാത്ത കൂട്ടായ്മ, ಸಾನ್ನಿಧ್ಯ ಇಲ್ಲದೆ ಇರೋ ಅನ್ಯೂನ್ಯತೆಯು അത് വെറും ശൂന്യമാണ്. ಅದು ಬರೀ ಶೂನ್ಯವಾಗಿರುತ್ತೆ. ഹല്ലേലൂയ. സാന്നിധ്യമാണ് ഏറ്റവും വിലയേറിയത്. ಸಾನ್ನಿಧ್ಯವಾಗಿದೆ, ಬಹಳ ಮುಖ್ಯವಾಗಿರೋದು. അത് ആലയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ಅದು ಆಲಯದಲ್ಲಿ ಇಳಿದಿದೆ. എത്രയോ പേർക്ക് അനുഗ്രഹമായിരുന്നു. ಎಷ್ಟೋ ಜನರಿಗೆ ಆಶೀರ್ವಾದ. ദൈവത്തിന്റെ ആത്മാവ് തൊട്ടുകൊണ്ടിരുന്നു. ದೇವರ ಆತ್ಮನ ಮುಟ್ಟುತ್ತಾ ಇದ್ದರು. ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ചുകൊണ്ടിരുന്നു. ದೇವರ ಆತ್ಮನ ಸ್ಪರ್ಶನೆ ಮಾಡ್ತಾ ಇದ್ರು. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ನಾನು ಹಲವಾರು ಸತಿ ಪ್ರಾರ್ಥನೆ ഞാൻ ഇങ്ങനെ ഇവർ ആരാധിക്കുമ്പോൾ കർത്താവേ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചു. ನಾನು ಇವರು ಆರಾಧನೆ ಮಾಡುವಾಗ എപ്പോഴാണ് സാന്നിധ്യം വരുന്നത് പറയാൻ പറ്റില്ല. ಯಾವಾಗ ಸಾನ್ನಿಧ್ಯ ಬರುವುದು നമ്മുടെ ഇഷ്ടത്തിനല്ല വരുന്നത്, ನಮ್ಮ ಇಷ್ಟಕ್ಕೆ ಅಲ್ಲ ಬರುವುದು, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വരും. ದೇವರ ಇಷ್ಟಕ್ಕೆ ಸಾನ್ನಿಧ್ಯ. നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കും. ನಾವು ಆಸಕ್ತಿಯಿಂದ ಕೂತ್ಕೊಳ್ಳಬೇಕು. ആമേൻ. ദൈവം ഇറങ്ങി വരും. ದೇವರು ಇಳಿದು ಬರ್ತಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. എത്ര പേര് സാന്നിധ്യം മുട്ടിയിന്ന, ಎಷ್ಟು ಜನರನ್ನು ಸಾನ್ನಿಧ್ಯ എത്ര ಮುಟ್ಟಿತು, പേര് സാന്നിധ്യം മുട്ടി. ಎಷ್ಟು ಜನರನ್ನು ಸಾನ್ನಿಧ್ಯ സ്തോത്രം. ಮುಟ್ಟಿತು. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാന്നിധ്യം വരുമ്പോൾ ಸಾನ್ನಿಧ್ಯ ಬರುವಾಗ സാഹചര്യങ്ങൾ മാറും. ಸನ್ನಿವೇಶಗಳು ಬದಲಾವಣೆ. സാന്നിധ്യം വരുമ്പോൾ ಸಾನ್ನಿಧ್ಯ ಬರುವಾಗ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ಆತ್ಮಕ್ಕಳು ರಕ್ಷಣೆ ಅಂದ್ಕೊಳ್ಳುತ್ತಾರೆ. സാന്നിധ്യം വരുമ്പോൾ ಸಾನ್ನಿಧ್ಯ ಬರುವಾಗ ശത്രു ഓടിപ്പോകും. ಸೈತಾನನು ಓಡಿ ಹೋಗುತ್ತಾನೆ. സാന്നിധ്യമാണ് വലുത്. ಪ್ರಸನ್ನತೆ ಆಗಿದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂയ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಅತಿ ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വചനത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ಬಹಳ ಮುಖ್ಯವಾದ ವಾಕ್ಯದ ಕಡೆಗೆ ಬರಕ್ಕೆ ನಾನು ಆಸೆ ಪಡ್ತೇನೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. എന്നാൽ ഇന്നത്തെ മെസ്സേജ് ഞാൻ വിചാരിച്ചു ആമേൻ ഒരു 9:15 മുമ്പ് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ಇವತ್ತಿನ ಮೆಸೇಜ್ ಒಂದು 9:50 ಮುಂಚೆನೆ ಪ್ರಾರಂಭ ಮಾಡಬೇಕು. എന്നാലേ എനിക്ക് ആ സബ്ജക്റ്റ് ഒന്ന് പറയാൻ പറ്റും. ಆವಾಗನೇ ನನಗೆ ಆ ಸಬ್ಜೆಕ್ಟ್ ಕಂಪ್ಲೀಟ್ ಮಾಡಕ್ಕೆ ഞാൻ ಆಗೋದು വിചാരിച്ചു. ಹಾಗೆ ಅನ್ಕೊಂಡಿದ್ದೆ. പക്ഷേ ദൈവ സാന്നിധ്യം വന്നതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದದಕ್ಕೆ ನಾನು ದೂರ ನಿಂತ್ಕೊಂಡೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಹಲ್ಲೆಲೂಯ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആരാധന ചിലപ്പം ഇനിയും അങ്ങോട്ട് പോകും. ಇವತ್ತಿನ ನನಗನ್ಸುತ್ತೆ ಇವತ್ತಿನ ಆರಾಧನೆ ಹಂಗೆ ಹೋಗುತ್ತೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ದೇವರ ವಾಗ್ದಾನ ಪ್ರಕಾರ ആമേൻ നമ്മള് ആലയം പണിയുമ്പോൾ, ಆಲಯವನ್ನು ಕಟ್ಟುವಾಗ, ഇതിലും മഹത്തേരകമായ ആലയം പണിയുമ്പോൾ ಇದಕ್ಕಿಂತ ಮಹಿಮೆಯುಳ್ಳ ಆಲಯವನ್ನು ಕಟ್ಟುವಾಗ നമ്മൾ ഒറ്റ ആരാധനയായിരിക്കും. ನಮ್ಗೆ ಒಂದೇ ಒಂದು ಆರಾಧನೆ ಇರುತ್ತೆ. കർത്താവ് വരാൻ ലേറ്റായാൽ ಕರ್ತನು ಬರಕ್ಕೆ ಲೇಟ್ ಆದರೆ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ, ಬೆಳಗ್ಗೆ ಪ್ರಾರಂಭ ಮಾಡಿ ಸಾಯಂಕಾಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. അപ്പോൾ നമ്മുടെ ജനം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി നീക്കും. ಆವಾಗ ನಮ್ಮ ದೇವರನ್ನು രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദൈവത്തെ ആരാധിച്ചു. ಬೆಳಗ್ಗೆಯಿಂದ ಸಾಯಂಕಾಲವರೆಗಿರೋ ಆರಾಧನೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ಅದಾಗಿದೆ ನಮ್ಮ ಆಸೆ ಮತ್ತೆ ಪ್ರಾರ್ಥನೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ദൈവം അത് ചെയ്യും. ದೇವರದು ಮಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲൂಯ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ಬಹಳ ಮುಖ್ಯವಾದ ಒಂದು ಕಾಲಘಟ್ಟದಲ್ಲಾಗಿದೆ ನಾವಿರೋದು. ഈ ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. ಈ ದಿನಗಳಲ್ಲಿ ಒಂದು ಸತಿಯಾದ ಕರ್ತನ ಬರವಣಿಗೆ ಕುರಿತು ಹೇಳೋದು ಮುಖ್ಯವಾಗಿದೆ ಎಂಬುದಾಗಿ ನನಗೆ ಅನಿಸ್ತು. അനേക ജീവിതങ്ങൾ യേശു കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു കാലമാണ്. ಹಲವಾರು ಜೀವಿತಗಳು ಕರ್ತನ ಬರವಣಿಗೆಯ ನಿರೀಕ್ಷೆಯಲ್ಲಿ ಜೀವನ ಮಾಡುವ ದಿನಗಳಾಗಿದೆ. കർത്താവേ നീ വേഗം വരണമേ, ಕರ್ತನೆ ನೀನು ಬೇಗ ಬಾ എന്ന പ്രാർത്ഥനയാണ് എല്ലായിടത്തും. ಎಂಬುದಾಗಿರೋ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ ಎಲ್ಲ ಕಡೆಯೂ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ലോകം നമുക്ക് യോഗ്യമല്ല. ಲೋಕವು ನಮಗೆ ಯೋಗ್ಯವಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ദൈവം ആമേൻ ദിവസങ്ങളിൽ ക്രിസ്തുയേശുവിന്റെ വരവിന് വേണ്ടി
നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. ದೇವರು ನಮ್ಮ ಕ್ರಿಸ್ತೇಸುವಿನ ಬರವಣಿಗೋಸ್ಕರ ನಮ್ಮ ಹೃದಯಗಳನ್ನು ದೇವರು ಸಿದ್ಧಪಡಿಸಲಿ. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ಬೈಬಲಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಹೀಗೆ ಇದೆ, വിശുദ്ധൻ ഇനിയും തങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, ವಿಶುದ್ಧನು ನೀತಿವಂತನ ಅವನನ್ನು ಮತ್ತೆ ನೀತಿವಂತನಾಗಿ ಮಾರ್ಪಡಿಸಲಿ, അശുദ്ധൻ ഇനിയും അശുദ്ധനാകട്ടെ, ಅಶುದ್ಧನು ಇನ್ನೂ ಅಶುದ್ಧವಾಗಲಿ ಎಂಬುದಾಗಿ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇതാ ഞാൻ വേഗം വരുന്നു. ಈಗೋ ನಾನು ಬೇಗನೆ ಬರುತ್ತಾ ಇದ್ದೇನೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ നമ്മൾ ആ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ ഉണരണം. ಆ ವಾಕ್ಯ ಕೇಳುವಾಗ ನಾವು ಎಚ್ಚರಿಕೆ ಆಗಬೇಕು. ഇതാ ഞാൻ വേഗം വരുന്നു. ಈಗೋ ನಾನು ಬೇಗ ಬರುತ್ತೇನೆ. സ്തോത്രം. ಆಮೆನ್. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് നമുക്കങ്ങ് അക്കമിട്ട് പഠിക്കാനായിട്ട് സമയമില്ല. ಕರ್ತನ ಬರವಣಿಗೆಯಲ್ಲಿರೋ ಕೆಲವು ವಿಷಯಗಳು ಇವತ್ತು ನಮಗೆ ಒಂದೊಂದಾಗಿ ಕಲಿಯಕ್ಕೆ ಸಮಯವಿಲ್ಲ, പൂർണ്ണമായി പഠിക്കാൻ സമയമില്ല. ಪೂರ್ಣವಾಗಿ ಕಲಿಯಕ್ಕೆ ಸಮಯವಿಲ್ಲ. എന്നാൽ ചില കാര്യങ്ങളിലൂടെ ഇന്ന് നമുക്ക് കടന്നു പോകണം. ಕೆಲ ವಿಷಯಗಳ ಅಲ್ಲಿ ನಾವು ಕಲಿಯೋಣ ಇವತ್ತು. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ അത് കാരണമായി. ನಮ್ಮ ನಿರೀಕ್ಷೆ ಹೆಚ್ಚಿಗೆ ಆಗಕ್ಕೆ ಅದೊಂದು ಕಾರಣವಾಗುತ್ತದೆ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ പരസ്യ ശുശ്രൂഷയുടെ ಪರಸ್ಯ ಪಬ್ಲಿಕ್ ಮಿನಿಸ್ಟ್ರಿಯಲ್ಲಿ അവസാനമായപ്പോൾ ಕೊನೆ ಆದಾಗ കർത്തನು ക്രൂശിങ്കിലേക്ക് പോകാൻ വളരെ ധൃതിയോടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ಶಿಲುಬೆ ಕಡೆಗೆ ಆತನು ಬಹಳ ಬೇಗನೆ ನಡೆಯುವುದನ್ನು ನಮಗೆ ನೋಡಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತೆ. സ്തോത്രം. ಆಮೆನ್. അവസാനത്തെ ആമേൻ ഒരു 8 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ಕೊನೆಯ 8 ದಿನಗಳು ಬಹಳ ಮುಖ್ಯವಾದ ದಿನಗಳಾಗಿದೆ. ക്രൂശീകരണത്തിന് മുമ്പുള്ള 8 ദിവസങ്ങൾ, ಶಿಲುಬೆಗೆ ಹಾಕಕ್ಕೆ ಇರುವ ದಿನದ ಇಂದಿನ 8 ದಿನಗಳು ഒരു ആമേൻ മഹാപാപ പരിഹാരം നടക്കുമ്പോൾ, ಒಂದು ಮಹಾಪಾಪ ಪರಿಹಾರ ನಡೆಯುವಾಗ, അല്ലെങ്കിൽ ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെടുമ്പോൾ, ಇಲ್ಲೊಂದೊಂದು ಪೆಸಹ ಕುರಿಮರಿ ಕುಯ್ಯಲ್ಪಡುವಾಗ, ആമേൻ അന്നത്തെ കാലത്തെ മഹാപുരോഹിതൻ ಆವತ್ತಿನ ಕಾಲದ ಮಹಾಪುರೋಹಿತನು ഒരാഴ്ച മുന്നേ ദേവാലയത്തിന്റെ അവിടെ എത്തും. ಒಂದು ವಾರಕ್ಕೆ ಮುಂಚೆನೆ ಆ ದೇವಾಲಯಕ್ಕೆ ಬರುತ್ತಾನೆ. ജനത്തിന്റെ സംശയങ്ങൾ തീർക്കാൻ, ಜನರ ಡೌಟ್ಗಳನ್ನು ಕ್ಲಿಯರ್, ಪ್ರಶ್ನೆಗಳನ್ನು ಕ್ಲಿಯರ್ ഉത്സവ ദിവസങ്ങളാണ്, ಉತ್ಸವ ದಿನಗಳಾಗಿದೆ. അപ്പോൾ അതിനോടനുബന്ധിച്ച് മഹാപുരോഹിതൻ അവിടെ ഉണ്ടാകും. ಅದರ ಸಂಬಂಧವಾಗಿ ಮಹಾಪುರೋಹಿತನು ಅಲ್ಲಿಗೆ ಬರುತ್ತಾನೆ. കർത്താവായ യേശു ക്രിസ്തു ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತು തന്റെ മരണത്തിന് ഏകദേശം 10-40 ദിവസങ്ങൾക്ക് മുന്നേ, ತನ್ನ ಮರಣದ 10-40 ದಿನಗಳ ಹಿಂದೆ, ആമേൻ പെരിയ എന്നൊരു ആമേൻ ഗ്രാമത്തിലേക്ക് പോയി. ಪೆರಿಯ ಎಂಬುದಾಗಿರೋ ಒಂದು ಗ್ರಾಮಕ್ಕೆ ಹೋದರು. സ്തോത്രം. ಆಮೆನ್. പെരിയായിൽ താൻ നിരന്തരമായി ശിഷ്യന്മാരെ പറഞ്ഞ് ആമേൻ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ಪೆರಿಯಾದಲ್ಲಿ ತನ್ನ ಶಿಷ್ಯರನ್ನು ವಾಕ್ಯಗಳನ್ನು ಹೇಳಿ ದೃಢಪಡಿಸ್ತಾ ಇದ್ರು. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പെരിയായിൽ വെച്ച് കർത്താവ് അവർക്ക് റിവീൽ ചെയ്തുകൊണ്ടിരുന്നു. ದೇವರಾಜ್ಯದ ಗುಟ್ಟುಗಳನ್ನು ಪೆರಿಯ ಎಂಬುದಾಗಿರೋ ಜಾಗದಲ್ಲಿ ಶಿಷ್ಯರಿಗೆ ದೇವರು ಹೇಳಿಕೊಟ್ರು. അവസാനത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ, ಕೊನೆಯ ದಿನಗಳಲ್ಲಿ ಬರುವಾಗ, കർത്താവ് നിരന്തരമായി ചില കാര്യങ്ങൾ അവരോട് ഉപമകളായി പറയാൻ തുടങ്ങി. ಕೆಲವು ವಿಷಯಗಳನ್ನು ಯೇಸು ಕ್ರಿಸ್ತನ ಅವರ ಹತ್ರ ಉಪಮೆಗಳಾಗಿ ಹೇಳಿಕೊಟ್ರು. കർത്താവ് പെരിയായിലേക്ക് പോകാൻ കാരണം, ಕರ್ತನ ಪೆರಿಯಾಗಿ ಹೋಗಕ್ಕೆ ಕಾರಣವು, അവിടെ ആമേൻ സ്തോത്രം, ഈ ഗലീലയെ പോലെയൊക്കെ അത്രയും തിരക്ക് കർത്താവിനുണ്ടാകത്തില്ല. ಗಲೀಲಿಯ ಇಲ್ಲಿರುವ ಊರಲ್ಲಿರುವ ಅಷ್ಟು ಬಿಸಿ ಅಲ್ಲಿ ಇರೋದಿಲ್ಲ. ശിഷ്യന്മാരോട് ചില ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ಶಿಷ್ಯರ ಹತ್ರ ಕೆಲವು ವಿಷಯಗಳು ವೈಯಕ್ತಿಕವಾಗಿ ಹೇಳಿ ತಿಳಿಸಬೇಕು. അവിടുന്ന് കർത്താവ് നേരെ എഫ്രൈം മലനാട്ടിലേക്ക് വന്നു. ಅಲ್ಲಿಂದ ಕರ್ತನು ಎಫ್ರೈಮ್ ಮಲೆ ಊರಿಗೆ ಬಂದರು. ആമേൻ ഏകദേശം ക്രൂശീകരണത്തിന് 6-7 ദിവസം മുന്നേ, മരണಕ್ಕೆ ಒಂದು 6-7 ದಿನ ಮುಂಚೆ അവിടെ വെച്ച് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാൻ തുടങ്ങി. ಅಲ್ಲಿನೂ ಕರ್ತನು ಸುಮಾರು ವಿಷಯಗಳು ಶಿಷ್ಯರ ಹತ್ರ ಹೇಳಿಕೊಟ್ರು. അതില് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ಅದರಲ್ಲಿ ಒಂದು ಮುಖ್ಯವಾದ ವಿಷಯವಾಗಿದೆ. ഒരു രാജാവ് രാജ്യത്വം പ്രാപിക്കാനായിട്ട് കടന്നുപോയി. ಒಂದು ಅರಸನು ಅವನ ರಾಜ್ಯವನ್ನು ಪಡ್ಕೊಳ್ಳಕ್ಕೆ ಹೋದನು. ഒരു യജമാനൻ താലേന്തുകൾ ആമേൻ വേലക്കാരെ ഏൽപ്പിച്ചിട്ട് ആമേൻ ദൂരദേശത്തേക്ക് പോയി. ಒಂದು ಯಜಮಾನನು ತಾಲಂತುಗಳನ್ನು ತನ್ನ ಸೇವಕರಿಗೆ ಒಪ್ಪಿಸಿ ಒಂದು ಬೇರೆ ರಾಜ್ಯಕ್ಕೆ ಹೋದ. ഒരു രാജാവ് തന്റെ മകന് വിവാഹ നിശ്ചയം നിശ്ചയിച്ചിട്ട് ആമേൻ എല്ലാവരെയും വിളിക്കാൻ ചെന്നു. ಒಂದು ಅರಸನು ತನ್ನ ಮಗನ ಮದುವೆಯನ್ನು ಸಿದ್ಧ ಮಾಡಿ ಎಲ್ಲರನ್ನು ಕರೆಯಕ್ಕೆ ತನ್ನ ಸೇವಕರನ್ನು ಕಳಿಸಿದ್ರು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ഒരു മണവാളൻ ആമേൻ മണവാട്ടിയെ എതിരേൽപ്പാനായിട്ട് അർദ്ധരാത്രിയിൽ വന്നു. ಒಂದು ಮದಲಿಂಗತಿಯನ್ನು ಭೇಟಿ ಮಾಡಕ್ಕೆ ಅರ್ಧರಾತ್ರಿಯಲ್ಲಿ ಬಂದರು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെയുള്ള ഈ അത്ഭുതകരമായ ഉപമകളാൽ
കർത്താവ് അവരെ ಈ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ತರ ಅದ್ಭುತಕರವಾದ ಸಾಮ್ಯಗಳಿಂದ ಕರ್ತನು ಅವರನ್ನು ಬಲಪಡಿಸ್ತಾ ಇದ್ರು. പ്രൈസ് ലോർഡ്. ഇതിന്റെയൊക്കെ ഇന്നറിലായിട്ട് ಇದರೆಲ್ಲ ಒಳಗಡೆ യേശു പോകുന്നതിനെ കുറിച്ചും ಯೇಸು ಹೋಗುವುದರ ಕುರಿತು, തിരിച്ചു വരുന്നതിനെ കുറിച്ചും ವಾಪಸ್ ಬರುವುದರ ಕುರಿತು, അതിനിടയ്ക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ಅದರ ಮಧ್ಯದಲ್ಲಿ ಅವರು ಮಾಡಬೇಕಾಗಿರೋ ആ ವಿಷಯಗಳ ಕುರಿತು ജനത്തെ നിരന്തരമായിട്ട് ಆ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. ಜನರನ್ನು ನಿರಂತರವಾಗಿ ತಿಳಿಸಿಕೊಡ್ತಾ ಇದ್ರು. അവർക്കെല്ലാം മനസ്സിലായില്ല, ಅವರಿಗೆಲ್ಲ ಅರ್ಥ ಆಗ್ಲಿಲ್ಲ, പിന്നീട് മനസ്സിലായി. ನಂತರ ಅವರಿಗೆ ಅರ್ಥ ಆಯಿತು. യേശുവിന്റെ മരണശേഷം, ಯೇಸುವಿನ ಮರಣದ ನಂತರ, പരിശുദ്ധാത്മാവ് വന്ന ശേഷം ಪರಿಶುದ್ಧಾತ್ಮನು ಬಂದ ನಂತರ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നവർക്ക് മനസ്സിലായി. ಏನೆಲ್ಲ ಆಗಿದೆ ಹೇಳಿಕೊಟ್ಟಿದೆ ಎಂಬುದಾಗಿ ಆವಾಗ ಅವರಿಗೆ ಅರ್ಥ ಆಯಿತು. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളൊക്കെയും ಕರ್ತನು ತನ್ನ ಸೇವೆಯ ಕೊನೆಯ ಸಮಯಗಳಲ್ಲೆಲ್ಲ അവരെ ഓർപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ಅವರನ್ನು ತಿಳಿಸಿಕೊಟ್ಟ ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ, ആമേൻ, സ്തോത്രം, ഒരു കാര്യം നമുക്ക് വായിക്കാം. ಒಂದು ವಿಷಯ ನಾವು ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. ಲೂಕನ ಸುವಾರ್ತೆ 9ನೇ ಅಧ್ಯಾಯ 22ನೇ ವಾಕ್ಯ. 22-ാം വാക്യം. 9:22. ആ ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ಶಿಷ್ಯന്മാരുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു. ಹೋದ ವಾರ ನಾನು ನಿಮಗೆ ಒಂದು ವಿಷಯ ತಿಳಿಸಿಕೊಟ್ಟೆ. ഈ കർത്താവിന്റെ യെരുശലേം പ്രവേശനത്തിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ಕರ್ತನ ಯೆರೂಸಲೇಮ್ ಪ್ರವೇಶನಕ್ಕೆ ಬರುವ ದಿನಗಳ ಮುಂಚೆ ശിഷ്യന്മാരുടെ ഹൃദയം മുഴുവൻ ಶಿಷ್ಯರ ಹೃದಯಗಳು ಪೂರ್ತಿ ഒരു കാര്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ಒಂದು ವಿಷಯದಿಂದ ತುಂಬಲ್ಪಟ್ಟಿತ್ತು. കർത്താവ് മാറുമ്പോൾ ಕರ್ತನು ನೀಗುವಾಗ അവർ അത് പറഞ്ഞുകൊണ്ടിരുന്നു. ಅವರು ಅದನ್ನು ಹೇಳ್ತಾ ಇದ್ರು. ആമേൻ. അതെന്താണെന്നറിയാവോ? ಅದೇನಂತ ಗೊತ್ತಾ? ആമേൻ. ഞങ്ങളിൽ ആരാണ് വലിയവൻ? ನಮ್ಮಲ್ಲಿ ಯಾರಾಗಿದೆ ದೊಡ್ಡವರು? സ്തോത്രം. ಆಮೆನ್. യേശു നിരന്തരമായി ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ಯೇಸು ನಿರಂತರವಾಗಿ ಆತನ ಶಿಲುಬೆ ಮರಣದ ಕುರಿತು ಹೇಳಿಕೊಡ್ತಾ ಇದ್ದಾರೆ. അപ്പം അവരുടെ ഉള്ളിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ಆದ್ರೆ ಅವರೊಳಗಡೆ ನಡೀತಾ ಇದ್ದ ಚರ್ಚೆಯು കർത്താവ് ആരെയായിരിക്കും ഇതെല്ലാം കൂടി ഏൽപ്പിക്കുന്നത്? ಕರ್ತನು ಯಾರನ್ನಾಗಿದೆ ಇದನ್ನೆಲ್ಲ ಒಪ್ಪಿಸಿಕೊಡುವುದೆಂಬ, ആരാണ് ഞങ്ങളിൽ വലിയവൻ? ಯಾರಾಗಿದೆ ನಮ್ಮಲ್ಲಿ ದೊಡ್ಡವರು ആ ಎಂಬುದಾಗಿ ചിന്തയാൽ അവർ ഒത്തിരി കുഴങ്ങിക്കൊണ്ടിരുന്നു. ಆ ಚಿಂತೆ ಅವರಲ್ಲಿ, ಆ ಚರ್ಚೆ ಅವರಲ್ಲಿ ಆಗ್ತಾ ಇತ್ತು. യാക്കോബും യോഹന്നാനും നേരെ വീട്ടിലേക്ക് പോയി. ಯಾಕೋಬನು ಯೋಹನಾನು ಆ ಮನೆಗೆ ಹೋದರು. അമ്മയോട് പറഞ്ഞു, ತಾಯಿ ಹತ್ರ ಹೇಳಿದ್ರು, ഇദ്ദേഹം ക്രൂശീകരിക്കപ്പെടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ಇವರು ಸಾಯದ ಕುರಿತು, ಸತ್ತು ಹೋಗೋ ಕುರಿತೆಲ್ಲ ಹೇಳ್ತಿದ್ದಾರೆ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ, ಆದ್ರೆ ನಮ್ಮ ಒಳಗಡೆ ആമേൻ, ആരാണ് വലിയവെന്നൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുക. ನಮ್ಮ ಒಳಗಡೆ ಒಂದು ಚರ್ಚೆ ನಡೀತದೆ, ಯಾರಾಗಿದೆ. അങ്ങനെ എങ്ങാനും ക്രൂശീകരിക്കപ്പെട്ടാൽ, ಹಾಗೆ ಇವರೇನಾದ್ರೂ ಶಿಲುಬೆಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ರೆ ഇടത്തും വലത്തും ഇരിക്കാനുള്ള സീറ്റ് അമ്മ പോയി ചോദിക്കണം, റെക്കമെൻഡ് ചെയ്യണം. ಎಡಗಡೆ ಬಲಗಡೆ ಕುತ್ಕೊಳ್ಬೇಕಾದ್ರೆ ಸೀಟ್ ತಾಯಿ ನೀವು ಹೋಗಿ ರೆಕಮೆಂಡ್ ಮಾಡಿ ಕೊಡಬೇಕು. അപ്പം അമ്മ, ആമേൻ, അതിന് റെഡിയായി നിൽക്കാം. മക്കൾക്ക് വേണ്ടി അപ്പുറം ഇപ്പുറം എവിടെ ഇരുത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കം നടക്കുമല്ലേ. ಅದಕ್ಕೆ ತಾಯಿಯು ಸಿದ್ಧವಾದ್ಲು, ಮಕ್ಕಳನ್ನು ಯಾವ ಕಡೆ ಕೂರಿಸ್ಬೇಕೆಂಬುದಾಗಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഇപ്പുറത്ത് അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ചിന്ത ഉണ്ടായിരുന്നു. ಈ ಕಡೆ ಅವರಿಗೆಲ್ಲರಿಗೂ ಒಂದು ಚಿಂತೆ ಇತ್ತು, ദൈവരാജ്യം ഇപ്പോൾ ആഗതമാകും. ದೇವರ ರಾಜ್ಯವು ಈಗನೇ ಬರುತ್ತೆ ಎಂಬುದಾಗಿ. അപ്പോൾ ദൈവരാജ്യം വന്നാൽ ದೇವರ ರಾಜ್ಯವು ಬಂದರೆ യേശു രാജാവാകും. ಯೇಸು ಅರಸನಾಗುತ್ತಾನೆ. രാജാവായാൽ ಅರಸನಾದರೆ അവർ 12 പേരും 12 വകുപ്പ്, ആമേൻ, കൈകാര്യം ചെയ്യേണ്ടി വരും. ಆ 12 ಶಿಷ್ಯರು 12 ಅಧಿಕಾರಗಳು ಅವರ ಕೈಯಲ್ಲಿ ಬರುತ್ತದೆ. അപ്പോൾ ആ സിംഹാസനത്തിൽ ഇരുന്ന് ഇവർ യെരുശലേമിനെ ഭരിക്കുന്ന കാര്യം ഇവരുടെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു കവിഞ്ഞു. ಯೆರೂಸಲೇಮಲ್ಲಿ ಆ ಸಿಂಹಾಸನದಲ್ಲಿ ಕೂತು ಆಳ್ವಿಕೆ ಮಾಡುವುದರ ಕುರಿತು ಇವರ ಹೃದಯಗಳಲ್ಲಿ ತುಂಬಿ ಬರ್ತಾ ಇತ್ತು. യൂദാസ് വളരെ സ്വപ്നത്തിലാണ്. ಯೂದನು ತುಂಬಾ ಕನಸಲ್ಲಾಗಿದ್ದ. ഫൈനാൻസ് മിനിസ്റ്റർ ഞാനായിരിക്കും, ಫೈನಾನ್ಸ್ ಮಿನಿಸ್ಟರ್ ನಾನಾಗಿರುತ್ತೇನೆ, പൈസ മുഴുവൻ എന്നെ ഏൽപ്പിക്കും, ಹಣ ಪೂರ್ತಿ ನನ್ನ ಕೈಯಲ್ಲಿ കാരണം ಕೊಡುತ್ತಾರೆ. ഞാൻ ഇടയ്ക്ക് മോഷ്ടിക്കുന്ന കാര്യം കർത്താവിന് അറിയത്തില്ലല്ലോ. ಮಧ್ಯದಲ್ಲಿ ನಾನು ಕದಿಯೋ ವಿಷಯ ಕರ್ತನಿಗೆ ಗೊತ್ತಿಲ್ಲ ತಾನೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യാക്കോബും യോഹന്നാനും ആഭ്യന്തര വകുപ്പിന് വേണ്ടി തയ്യാറായി നിൽക്കുക. കാരണം അവർ ഇടിമക്കൾ എന്ന അവരുടെ പേര്, ആരെ വേണേലും പിടിച്ച് ഇടിക്കും.
സ്വോത്രം. അപ്പം വേണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ റെഡി ആയിട്ട് അവർ നിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് വേണ്ടി റെഡിയായി നിൽക്കുക. ಯಾಕೋಬನು ಯೋಹನ್ನನು ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಆಗಕ್ಕೆ, ಯಾಕಂದ್ರೆ ಅವರ ಹೆಸರಂದ್ರೆ ಗುದ್ದುವ ಮಕ್ಕಳು ಎಂಬುದಾಗಿ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എന്തിനും റെഡിയായി ഇവര് വകുപ്പുകൾക്ക് റെഡിയായി നിൽക്കുകയാണ്. ಇವರು ಈ ತರ ಅಧಿಕಾರ ಸ್ವೀಕಾರ ಮಾಡಕ್ಕೆ ಸಿದ್ಧರಾಗಿ ನಿಂತಿದ್ದಾರೆ. ഇവരുടെ ഹൃദയങ്ങൾ ಹಾಗೆ ಇವರ ಹೃದಯಗಳು ആമേൻ ഐഹികമായ വിഷയത്തിൽ നിറയപ്പെട്ടിരിക്കുമ്പോൾ ಈ ಲೋಕದ ವಿಷಯಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟಿದ್ದಾಗ യേശു അവരോട് പറഞ്ഞു, ಯೇಸು ಅವರ ಹತ್ರ ಹೇಳಿಕೊಟ್ರು, എൻ്റെ രാജ്യം ഐഹികം അല്ല. ನನ್ನ ರಾಜ್ಯವೇ ಈ ಲೋಕದಲ್ಲಿರೋದಲ್ಲ. എൻ്റെ രാജ്യം, ನನ್ನ ರಾಜ್ಯವು ആമേൻ ഐഹികമല്ല, ಈ ಲೋಕದಲ್ಲಿರೋದಲ್ಲ. സ്തോത്രം. ಆಮೆನ್. എൻ്റെ രാജ്യം ലൗകികമല്ല. ನನ್ನ ರಾಜ್ಯವೇ ലൗകികവല്ല. അവർക്ക് മനസ്സാകുന്നില്ല, അവർക്ക് ಅರ್ಥ ಆಗಲಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. എന്തൊക്കെയാണേലും ಏನೆಲ್ಲ ಆದ್ರೇನು നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ನಾವಿಲ್ಲಿ ಆಗಿರುವಾಗ അല്പം ലൗകികവും ಸ್ವಲ್ಪ ಲೌಕಿಕವು, അല്പം ആമേൻ ഐഹികവും, സ്തോത്രം, അക്ഷരികമായ ಸ್ವಲ್ಪ എല്ലാം വേണ്ടിയതാണല്ലോ. ಮಾನಸಿಕವಾಗಿರೋದೆಲ್ಲ ഈ ചിന്തകളാൽ അവർ ഹൃദയം നിറയപ്പെട്ടു. ಈ ಚಿಂತೆಗಳಿಂದ ಅವರ ಹೃದಯಗಳು ತುಂಬಲ್ಪಟ್ಟಿತ್ತು. അപ്പോഴാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. ಆಗ ಕರ್ತನ ಈ ವಿಷಯವನ್ನು ಹೇಳಿಕೊಟ್ಟಿದ್ದು. മനുഷ്യകുമാരൻ യെരൂശലേമിലേക്ക് പോകും. ಮನುಷ್ಯಕುಮಾರನು ಯೆರೂಸಲೇಮ ಕಡೆಗೆ ಹೋಗುತ್ತಾನೆ. ആമേൻ, ആമേൻ. അവനെ ആമേൻ യഹൂദന്മാർ, പരീശന്മാർ, പുരോഹിതന്മാർ ഇവർ പിടിക്കും. ಯಹೂದರು, ಪರಿಸಾಯರು, ಶಾಸ್ತ್ರಿಗಳೆಲ್ಲ ಸೇರಿ ಅವನನ್ನು ಹಿಡಿಯುತ್ತಾರೆ, ക്രൂശിക്കും, ಶಿಲುಬೆಯಲ್ಲಿ ಹಾಕುತ್ತಾರೆ. കൊല്ലുമെന്ന് എഴുതിയിരിക്കുന്നത്, കൊല്ലും. ಶಿಲುಬೆಯಲ್ಲಿ ಹಾಕಿ ಕೊಲ್ಲುತ್ತಾರೆ. എന്നാൽ മനുഷ്യകുമാരൻ ഉയർത്തെഴുന്നേൽക്കും. ಆದ್ರೆ ಮನುಷ್ಯಕುಮಾರನು 3ನೇ ದಿನದಲ್ಲಿ ಎದ್ದು ಬರುತ್ತಾನೆ. ಹಲ್ಲೆಲೂಯಾ. ഇത്രയും തെളിച്ച യേശു പറയുകയാണ്. ಇಷ್ಟು ಕ್ಲಿಯರ್ ಆಗಿ ಯೇಸು ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೆ. ನೋಡಿ, ആ അവസാനത്തെ 6 ദിവസങ്ങൾ ಆ ಕೊನೆಯ 6 ದಿನಗಳು നമ്മുടെ കർത്താവ് ನಮ್ಮ ಕರ್ತನು നമുക്ക് വേണ്ടി മരിക്കുവാൻ ನಮಗೋಸ್ಕರ ಸಾಯಕ್ಕೆ വേഗത്തിൽ നടന്നു പോകുന്ന സമയങ്ങളാണ്. ಬೇಗನೆ ನಡೆದು ಹೋಗ್ತಾ ಇರೋ ಸಮಯಗಳಾಗಿದೆ. എഫ്രൈം മലനാട്ടിൽ വന്നു 6 ദിവസം മുന്നേ. ಎಫ್ರೇಮ್ ಮಲೆ ಊರಲ್ಲಿ ಬಂದ್ರು 6 ದಿನಗಳ ಮುಂಚೆ. അവിടുന്ന് ബെഥാനിയയിലേക്ക് പോയി. ಅಲ್ಲಿಂದ ಬೆಥಾನಿಗೆ ಹೋದರು. താൻ സ്നേഹിച്ച കുടുംബത്തിൽ പാർത്തു. ತಾನು ಪ್ರೀತಿ ಮಾಡಿದ ಕುಟುಂಬದಲ್ಲಿ ವಾಸ ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും കുടുംബത്തിൽ. ಲಾಸರ್, ಮಾರ್ತ, ಮರಿಯಳ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿದರು. രാവിലെ പട്ടണത്തിലേക്ക് വരും. ಬೆಳಗ್ಗೆ ಪಟ್ಟಣಕ್ಕೆ ಬರುತ್ತಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആദ്യത്തെ ദിവസം ദേവാലയം ശുദ്ധീകരിച്ചു. ಮೊದಲನೇ ದಿನ ದೇವರ ಆಲಯವನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡಿದ್ರು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ನನ್ನ ಆಲಯವು ಪ್ರಾರ್ಥನೆ ಆಲಯ ಎಂಬುದಾಗಿ നിങ്ങൾ ಕರೆಯಲ್ಪಡುತ್ತದೆ. അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ನೀವು ಅದು ಕಳ್ಳರ ಗೆವಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ದೀರಾ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. കർത്താവോട് പറയുകയാണ്, ಕರ್ತನು ಅವರ എന്റെ ആലയം വ്യാപാര സ്ഥലമല്ല. ನನ್ನ ಆಲಯವು ವ್ಯಾಪಾರ ಜಾಗವಲ್ಲ. എന്റെ ആലയം ബിസിനസിന്റെ ആലയമല്ല. ನನ್ನ ಆಲಯ ವ್ಯಾಪಾರ ಮಾಡುವ ಜಾಗವಲ್ಲ. എന്റെ ആലയം നിങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള സ്ഥലമല്ല. ನನ್ನ ಆಲಯವು ನಿಮ್ಮ ಆಸೆಗಳು ಪೂರ್ತಿ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ಆಲಯವು ಪ್ರಾರ್ಥನೆ ಆಲಯವಾಗಿದೆ. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. ನೀವು ಅದು ಕಳ್ಳರ ಗೆವಿಗಳನ್ನು കർത്താവ് ചാട്ടയെടുത്തു. ಕರ್ತನು ಚಾಟಿಯನ್ನು ತಗೊಂಡ್ರು. അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സകല യഹൂദന്മാരെയും ಅಲ್ಲಿ ಬಿಸ್ನೆಸ್ ವ್ಯಾಪಾರ ಮಾಡಿದ ಎಲ್ಲಾ ശരിയായിട്ട് അടി കൊടുത്തു. ಚೆನ್ನಾಗಿ ಓಡಿದ್ರು. ഓടിച്ചെല്ലാത്തിനെയും ಓಡಿಸಿದ್ರೆಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲൂಯಾ. മൃഗങ്ങളെ ഓടിച്ചു വിട്ടു. ಮೃಗಗಳನ್ನು ಓಡಿಸಿಬಿಟ್ರು. പ്രാവുകളെ ഓടിച്ചു വിട്ടു. ಹಕ್ಕಿಗಳನ್ನು ಓಡಿಸಿಬಿಟ್ರು. മനുഷ്യർക്ക് നല്ല അടിയും കൊടുത്തു. ಮನುಷ್ಯರಿಗೆ ಚೆನ್ನಾಗಿ ಏಟನ್ನು ಕೊಟ್ಟರು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. പിന്നെയും കർത്താവ് ലാസറിന്റെ വീട്ടിലേക്ക് വരും. ಮತ್ತೆ ಕರ್ತನು ಲಾಸರ ಮನೆಗೆ ಬರುತ್ತಾರೆ. അങ്ങനെ വ്യാഴാഴ്ച വരെയും കർത്താവ് പോയിക്കൊണ്ട് ಆದ್ರೆ ಗುರುವಾರವರೆಗೂ ದೇವರು ಹಾಗೆ ಹಾದೋದ್ರು. പെസഹ മാർക്കോസിന്റെ വീട്ടിൽ വെച്ച് ചെയ്തു. ಪೆಸಹ ಮಾರ್ಕೋಸನ ಮನೆಯಲ್ಲಿ ಮೇಲಂತಸ್ತಿನಲ್ಲಿ അവിടെ ಮಾಡಿದ್ರು. നിന്ന് നേരെ ഇറങ്ങി ಅಲ್ಲಿಂದ ಇಳಿದು ഗെത്സമേന തോട്ടത്തിലേക്ക് പോയി. ಗೆತ್ಸಮನೆ ತೋಟಕ್ಕೆ ಹೋದರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പെസഹായിക്ക് യേശു കൃത്യമായിട്ട് പറഞ്ഞു, ಪೆಸಹ ಸಮಯದಲ್ಲಿ ಯೇಸು ಸರಿಯಾಗಿ ಹೇಳಿದ್ರು, ഞാൻ ഇടയനെ വെട്ടും, ನಾನು ಕುರುಬನನ್ನು ಕಡಿಯುತ್ತೇನೆ, ആടുകൾ ചെതറിപ്പോകും. ಕುರಿಗಳು ಚೆದರಿ ಹೋಗುತ್ತದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവ് മരിക്കും മരിക്കും മരിക്കുമെന്ന് പല പ്രാവശ്യത്തോട് പറഞ്ഞു. ಕರ್ತನು ಸಾಯ್ತಾರೆ ಸಾಯ್ತಾರೆ ಎಂಬುದಾಗಿ ಶಿಷ್ಯರ ಹಲವಾರು ಸತಿ ಹೇಳಿಕೊಟ್ರು. സ്തോത്രം. ಆಮೆನ್. അവരെ കൂട്ടിക്കൊണ്ട് ഗെത്സമേന തോട്ടത്തിൽ പോയി. ಅವರನ್ನು ಕರ್ಕೊಂಡು ಗೆತ್ಸಮನೆ ತೋಟಕ್ಕೆ ಹೋದರು. അവിടെ നിന്ന് അത്രത്തേക്കും യൂദാസ് എല്ലാം റെഡിയായി നിന്നിരുന്നു. ಅಷ್ಟೊತ್ತಿಗೆ ಯೂದನ ಎಲ್ಲವನ್ನು ಸಿದ್ಧ ಮಾಡಿ ಇಟ್ಟ. യൂദാസിന് വളരെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ಯೂದನಿಗೆ ಬಹಳ ಇಷ್ಟವಾಗದೇ ಇರೋ ಒಂದು ವಿಷಯವಿತ್ತು. അതെന്താണെന്നറിയാമോ? ಅದೇನಾಗಿತ್ತು ಅಂತ ಗೊತ್ತಾ? അത് മാർക്കോസ് സുവിശേഷം, എനിക്ക് വരവിന്റെ ആ വിഷയത്തിൽ കടക്കാൻ പറ്റിയ അടുത്ത ആഴ്ച പ്രസംഗിക്കും. ಆ ಬರವಣಿಗೆ ಕುರಿತಾಗಿ ಹೇಳಕ್ಕಾಗಲಿಲ್ಲ. ഇൻട്രൊഡക്ഷൻ നിങ്ങളെ മനസ്സിരിക്കണം. ಈ ಇಂಟ್ರೊಡಕ್ಷನ್ ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಇರಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್.
കേൾക്കുന്നുണ്ടോ എല്ലാരും? ಎಲ್ಲರೂ ಕೇಳ್ತಾ ಇದ್ದೀರಾ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ಎಲ್ಲರೂ ಕೇಳ್ತಾ ಇದ್ದೀರಾ? പ്രൈസ് ദി ലോർഡ്. വളരെ നിർത്തി പറയുന്നത്, ಬಹಳ ನಿಲ್ಲಿಸಿ ಹೇಳ್ತಾ ಇರೋದು, ആമേൻ, ಆಮೆನ್, ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കണം. ಇದು ನಿಮ್ಮ ಹೃದಯದೊಳಗೆ ಹೋಗ್ಬೇಕು, അത് കത്തിക്കൊണ്ടിരിക്കണം. ಅದು ಉರಿಬೇಕು. ആമേൻ, ಆಮೆನ್, സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്രൂശീകരണത്തിന്റെ ആഴ്ചകളൊക്കെ നമ്മൾ പഠിപ്പിക്കും. ಈ ಶಿಲುಬೆಯ ವಾರಗಳ ಕುರಿತು ಎಲ್ಲ ನಾವು ಕಲಿಸ್ತೇವೆ. ബുധനാഴ്ച സൂം മീറ്റിംഗ് പഠിപ്പിക്കും. ವೆನಸ್ಡೇ അതിപ്പോഴല്ല. ಇವಾಗಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ കഴിയുന്നതോടുകൂടി അത് പഠിപ്പിക്കാൻ തുടങ്ങും. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳದು ಮುಗಿಯುವಾಗ ನಾವು ಅದನ್ನು ಕಲಿಸ್ತೇವೆ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ശ്രദ്ധിക്കുക. ಇವಾಗ ಗಮನವಿಡಿ. അപ്പോൾ കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പോകുമ്പോൾ, ಕರ್ತನು ಗೆತ್ಸೆಮನೆ ತೋಟಕ್ಕೆ ಹೋದಾಗ, ആമേൻ, ഒരാൾ വേഗത്തിൽ അവിടുന്ന് കടന്നുപോയി. ಒಬ್ಬರಲ್ಲಿ ಬೇಗನೆ ನಡೆದು ಹೋದ್ರು. അത് യൂദാസായിരുന്നു. ಅದು ಯೂದನಾಗಿತ್ತು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യൂദാസിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആ ആഴ്ചയിലുണ്ടായി. ಯೂದನಿಗೆ ಇಷ್ಟವಾಗಿರೋ ಒಂದು ವಿಷಯ ಆ ವಾರದಲ್ಲಿ ನಡೆಯಿತು. കർത്താവ് കുഷ്ഠരോഗിയായി ശീമോന്റെ വീട്ടിലിരിക്കുക. ಕರ್ತನು ಕುಷ್ಠರೋಗಿ ಆಗಿರೋ ಶೀಮೋನನ ಮನೆಯಲ್ಲಿದ್ದಾರೆ. ലാസറിന്റെ അളിയനാണ്. ಲಾಸರ್ನ ಅಳಿಯನಾಗಿದೆ. ഭയങ്കര ധനവാനാ. ಬಹಳ ಧನವಂತನಾಗಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ കുടുംബവും ഭയങ്കര ധനവാന്മാരായിരുന്നു. ಲಾಸರ ಕುಟುಂಬ ಬಹಳ ಧನವಂತರಾಗಿದ್ದರು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അപ്പോൾ ആ വീട്ടിലാണ് യേശു താമസിച്ചുകൊണ്ടിരുന്നത്. ಆ ಮನೆಯಲ್ಲಾಗಿದೆ ಯೇಸು ವಾಸ കർത്താവരെ ಮಾಡಿದ್ರು. സ്നേഹിച്ചു. ಕರ್ತನನ್ನು ಪ್ರೀತಿ ಮಾಡಿದ್ರು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശീമോന്റെ വീട്ടിൽ ಶೀಮೋನ ಮನೆಯಲ್ಲಿ ശീമോൻ ഒരു വിരുന്നൊരുക്കി. ಶೀಮೋನನೊಂದು ഔത്തണം. ಔತಣವನ್ನು ಸಿದ್ಧ ಮಾಡಿದ್ರು. 14 അധ്യായത്തിലേക്ക് വന്നിട്ട് മാർക്കോസ് സുവിശേഷം ജസ്റ്റ് ഒന്ന് വായിക്കാം. ಮಾರ್ಕನ ಸುವಾರ್ತೆ 14ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬನ್ನಿ. പ്രൈസ് ദി ലോർഡ്. 14 അധ്യായത്തില് ആ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 14:3. ആ, കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ആ ആ ആ ആ ആ ആ ആ. ഇവിടെ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല. ಇಲ್ಲಿ ಕೆಲವು ವಿಷಯಗಳು ಕ್ಲಿಯರ್ ಆಗಿ ಬರೆದಿದ್ದಾರೆ. ക്ലിയർ അല്ല. ಕ್ಲಿಯರ್ ಅಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ക്ലിയർ അല്ല. ಕ್ಲಿಯರ್ ಅಲ್ಲ. അപ്പം അത് ശീമോന്റെ പേര് മാത്രം പറയുന്നുണ്ട്. ಇಲ್ಲಿ ಶೀಮೋನನ ಹೆಸರು ಮಾತ್ರ ಹೇಳ್ತಿದ್ದಾರೆ. എന്നാൽ ಆದರೆ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ, ಯೋಹಾನನ ಸುವಾರ್ತೆಯಲ್ಲಿ ಬರುವಾಗ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നട്ടെ. ಯೋಹಾನನ ಸುವಾರ್ತೆಗೆ ಬನ್ನಿ. 12-ാം അധ്യായത്തില് 12ನೇ ಅಧ್ಯಾಯ. അവിടെ എഴുന്നു, അവിടെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ಅಲ್ಲಿ ಸರಿಯಾಗಿ ಕೆಲವು ವಿಷಯಗಳನ್ನು ಹೇಳ್ತಿದ್ದಾರೆ. 12-ാം അധ്യായം 1-ാം വാക്യം അത് വായിച്ചാട്ടെ. 12ನೇ ಅಧ್ಯಾಯ 1ನೇ ಅಧ್ಯಾಯ. ആ ആ എത്ര ദിവസം മുന്നെയാ? ಎಷ್ಟು ದಿನದ ಮುಂಚೆ? 6 ദിവസം മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 ದಿವಸ അപ്പൊ നമ്മളത് പഠിച്ചു വരുമ്പോൾ 7 ദിവസം കർത്താവ് അവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാം. ನಾವು ಅದು ಕಲಿತು ಬರುವಾಗ ಅದು 7 6 ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ 7 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 6 ದಿವಸ ಮುಂಚೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ 7 ದಿನಗಳು. ഓക്കെ, മുന്നോട്ട് വായിച്ചു. ആ ആ ആ ആ ആ ഇത് ഏത് വീട്ടിലാണ് നടക്കുന്നത്? ಇದು ಯಾವ ಮನೆಯಲ್ಲಾಗಿ ನಡೀತಾ ಇರೋದು? ലാസറിന്റെ വീട്ടിലല്ല നടക്കുന്നത്. ಲಾಸರ್ನ ಮನೆಯಲ್ಲೆಲ್ಲ ನಡೀತಾ ಇರೋದು. ഇത് ശീമോന്റെ വീട്ടിലാണ് നടക്കുന്നത്. മാർക്കോസ് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ? ശീമോന്റെ വീട്ടിലാണ് നടക്കുന്നത്. ಇದು ಮಾರ್ಕನಲ್ಲಿ ಬರೆದಿದೆ. ಇದು അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ಅಲ್ಲಿ ಯಾರೆಲ್ಲ ಇದ್ದರು? ലാസർ ഉണ്ടായിരുന്നു, ಲಾಸರನ್ ಇದ್ದರು, മാർത്തി ഉണ്ടായിരുന്നു, ಮಾರ್ತಳ ಇದ್ದಳು, മറിയ ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ നടക്കുകയാണ്, ഒരു ഫംഗ്ഷൻ നടക്കുക. ಅವರ ಮನೆಯಲ್ಲಿ ಒಂದು ಫಂಕ್ಷನ್ ಹಬ್ಬ ನಡೀತಿದೆ. ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് ദൈവത്തെ അറിയാം. ಎಲ್ಲರೂ ಗಮನಕ್ಕೆ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് ദി ലോർഡ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പിന്നെ ചിന്തിക്കാം. മನೆಯ ವಿಷಯಗಳು ಆಮೇಲೆ ಚಿಂತೆ എന്തെങ്കിലും ಮಾಡೋಣ. തീർന്നിട്ട് വേണം വീട്ടിൽ പോയി നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം. അങ്ങോട്ട് വാ. സ്തോത്രം. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാണ്. ಎಲ್ಲರೂ ಇಲ್ಲಿಗೆ ಗಮನವಿಡಿ. ആമേൻ. ಆಮೆನ್. ഇത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ನಿಮಗಿದು ಸಾಧಾರಣ ഈ ರೀತಿಯಲ್ಲಿ പറയുന്ന കാര്യങ്ങൾ ಈ ಹೇಳುವ ವಿಷಯಗಳು സ്തോത്രം ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ಗಮನವಿಟ್ಟರೆ ಮಾತ್ರ ಅರ್ಥ ಆಗೋದು. ചുമ്മാ ഒരു പ്രസംഗമല്ല ഇത്. ಇದು ಸುಮ್ಮನೆ ಹೇಳುವ ಒಂದು ಪ್ರಸಂಗವಲ್ಲ. കൃത്യമായിട്ട് ചരിത്രങ്ങൾ പറഞ്ഞാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಸರಿಯಾಗಿ ಚರಿತ್ರಗಳನ್ನು ಹೇಳಿ ನಾನು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇರೋದು. നിങ്ങൾ ചിലപ്പോൾ ഒരു 10 വട്ടം വായിച്ചാൽ ഇത് മനസ്സാകത്തില്ല. ನೀವು ಒಂದು 10 ಸತಿ ಓದಿದ್ರೆ ಅರ್ಥ ಆಗೋದಿಲ್ಲ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ಅದಕ್ಕಾಗಿ ಈ ವಿಷಯಗಳು ಹೇಳಿ ಕೊಡ್ತಾ ಇರೋದು. അപ്പോൾ ബേഥാനിയയിലെ ഈ വീട് ಆಗ ಈ ಬೆತಾನಿಯಲ್ಲಿ ಈ ಮನೆ ശീമോന്റെ വീടാണെന്ന് മർക്കോസ് എഴുതിയിട്ടുണ്ട്. ಶೀಮೋನ ಮನೆಯಾಗಿದೆ ಎಂಬುದಾಗಿ ಮಾರ್ಕನು ಬರೆದಿದ್ದಾನೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ಆಗ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ಅಲ್ಲಿ ಯಾರೆಲ್ಲ ಇದ್ದರು?
ലാസർ ഉണ്ടായിരുന്നു, ಲಾಜರನಿದ್ದ, മാർത്ത ഉണ്ടായിരുന്നു, ಮಾರ್ತಳಿದ್ಳು, മറിയ ഉണ്ടായിരുന്നു. ಮರಿಯಳು ಇದ್ದಳು. അപ്പോൾ ಆಗ ആമേൻ ഈ മാർക്കോസ് പറയാത്തൊരു കാര്യം ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുക. ಮಾರ್ಕನ್ ಹೇಳದೇ ಇರೋ ಒಂದು ವಿಷಯ ಇಲ್ಲಿ ಯೋಹನಾನ ಬರೆದಿದೆ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം, ಆಗ ಮರಿಯಳು ಬಹು ಬೆಲೆಯುಳ್ಳ ಅಚ್ಚ ಜಟಮಾಂಸಿ ತೈಲವನ್ನು ഒരു റാത്തൽ എടുത്ത് ಒಂದು ಸೇರಸ್ಸು ತಗೊಂಡು യേശുവിന്റെ കാലിൽ പൂശി ಯೇಸುವಿನ ಪಾದಕ್ಕೆ ಹಚ್ಚಿದಳು. തന്റെ തലമുടി കൊണ്ട് ತನ್ನ ತಲೆ കാൽ ಕೂದಲಿಂದ തുവർത്തി ಆತನ ಪಾದಗಳನ್ನು തൈലത്തിന്റെ സൗരഭ്യം വീട് നിറഞ്ഞു. ಆ ತೈಲದ ಪರಿಮಳವು ಮನೆಯಲ್ಲೆಲ್ಲ ಹರಡಿತು. എന്നാൽ ಆದರೆ ശിഷ്യന്മാരിൽ ഒരുത്തനായ ಆ ಶಿಷ್ಯರಲ್ಲಿ ಒಬ್ಬನಾದ അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കറിയാത്തോ, ಆತನನ್ನು മാർക്കോസ് ഇതൊന്നും എഴുതിയിട്ടില്ല. ಮಾರ್ಕನಲ್ಲಿ ಇದನ್ನೇನು ಬರೆದಿಲ್ಲ. സ്തോത്രം. യൂദാ ഇസ്കറിയാത്തോ, ಯೂದ ಇಸ್ಕರಿಯೋತನು, പ്രൈസ് ലോർഡ്, ഈ തൈലം ಈ ತೈಲವು 300 വെള്ളിക്കാശിന് വിറ്റ് 300 ಹಣಕ್ಕೆ ಮಾರಿ ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. ಬಡವರಿಗೆ ಕೊಡಲಿಲ್ವಾ ಎಂಬುದಾಗಿ ಹೇಳಿದನು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പോൾ ಆಗ ഈ യേശുക്രിസ്തു ഈ ആമേൻ ബേഥാനിയിലെ ഭവനത്തിൽ ശിമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ಬೆಥಾನಿಯಲ್ಲಿ ಶಿಮೋನ ಮನೆಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನಿದ್ದಾಗ ಮರಿಯಳು 300 വെള്ളിക്കാശ് 300 ಬೆಳ್ಳಿ ಕಾಸು 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ಬೆಳ್ಳಿ ಕಾಸು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ഒരു ധനവാൻ ಒಂದು ಧನವಂತನು ഒരു വർഷം ಒಂದು ವರ್ಷ കംപ്ലീറ്റ് സമ്പാദിച്ചാൽ ಪೂರ್ತಿಯಾಗಿ ಹಣ ಸಂಪಾದಿಸಿದರೆ ഉണ്ടാക്കുന്ന പൈസയാണ് 300 വെള്ളിക്കാശ്. ಒಂದು ವರ್ಷದ ಆದಾಯವಾಗಿದೆ 300 ಹಣಕಾಸು. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് പണ്ഡിതರು ಹೇಳೋ ಪ್ರಕಾರ ആമേൻ ലാസറിന്റെ ഭവനം, ಲಾಸರ್ನ ಮನೆಯು അലബാസ്റ്റർ എന്ന ഈ അത്യുത്തമമായ സൗരഭ്യവാസനയുള്ള ഈ സുഗന്ധവർഗം ഉണ്ടാക്കുന്ന വീടായിരുന്നു. ಈ ಜಟ್ಟಮಾಂಸ ತೈಲವನ್ನು ಉಂಟು ಮಾಡುವ ಮನೆಯವರಾಗಿತ್ತು Praise the Lord. ಲಾಸರ್ನ ಮನೆಯು. അതുകൊണ്ട് അവർ ഭയങ്കര റിച്ച് ആൾക്കാരാണ്. ಅದರಿಂದ ಅವರು ಬಹಳ ಧನವಂತರಾಗಿರೋ ಜನರಾಗಿತ್ತು. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ടാണ് 300 വെള്ളിക്കാശ്. ಅದಕ್ಕೆ ಹೇಳಿದರಲ್ಲಿ 300 ಹಣಕಾಸು. ഈ യൂദാസ് തന്റെ നാഥന് 3.5 വർഷം കൂടെ നടന്നിട്ട് അവൻ കൽപ്പിച്ചത് 30 വെള്ളിക്കാശിന്റെ വിലയാണ്. ಈ ಯೂತನು ಕರ್ತನ ಜೊತೆ 3 ವರ್ಷ ಕಾಲ ನಡೆದು ಅವನು ಕರ್ತನನ್ನು 30 ಬೆಳ್ಳಿ ಕಾಸಿಗೆ ಮಾರಿದನು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ കണ്ണിക്കടി കയറി. ಅವನ ಒಳಗಡೆ ಇದು ನೋಡಿದಾಗ ಅವನಿಗೆ സ്തോത്രം. ದ್ವೇಷ ಉಂಟಾಯಿತು. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവഴിക്കുക. ಕರ್ತನ ನಾಮಕ್ಕೆ ಇವರು ಖರ್ಚು ಮಾಡುವುದನ್ನು, ആമേൻ, ഈ തൈലം പൊട്ടിച്ചു കളയുകയോ, ಈ ತೈಲವನ್ನು ಹೊಡೆದು ಕೆಳಗೆ ಹಾಕುವಾಗ ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കായിരുന്നല്ലോ. ಇದು ಬಡವರಿಗೆ ಕೊಡಬಹುದಾಗಿತ್ತಲ್ವಾ? അവൻ യേശുവിനേക്കാളും വലുതാണ് ദരിദ്രർ. ಅವನಿಗೆ ಯೇಸುಗಿಂತ ದೊಡ್ಡದಾಗಿದೆ ಬಡವರು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാണ്, ಆಗ ಕರ್ತನ ಹೇಳ್ತಿದ್ದಾರೆ, നിങ്ങൾ സ്ത്രീയെ അസഖ്യപ്പെടുത്തണ്ട. ಈ ಸ್ತ್ರೀಯನ್ನು മോസ്റ്റ്ലി ഇവന്മാര് പിന്നെ അവളോട് എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞു കാണും. ಮೋಸ್ಟ್ಲಿ ಶಿಷ್ಯರು ಅವರಿಗೆ ഇവിടെ ഇഷ്ടംപോലെ പാവങ്ങളുള്ളപ്പോ ಎಲ್ಲಿ ಸುಮಾರು എന്തിനാണ് ദൈവവേലയ്ക്ക് ചെലവഴിക്കുന്നത്? ಯಾಕೆ ದೇವರ ಸೇವೆಗೆ ಖರ್ಚು ಮಾಡ್ತಾ അത് ಇರೋದು? പാവങ്ങളോടുള്ള ഇതനുസരിച്ച് വേദന കൊണ്ടല്ല. ಅದು ಬಡವರ ಮೇಲೆ ಇರೋ ನೋವಿನ ಮೇಲೆ കൊടുക്കരുത്. ಕೊಡಬಾರದು. ദൈവത്തിന് സ്തോത്രം. കൊടുക്കരുത്. ಕೊಡಬಾರದು. അതാണ് ഉള്ളില്. ಅದಾಗಿದೆ. കർത്താവ് പറഞ്ഞു, ಕರ್ತನ ಹೇಳಿದ್ಲು, ആമേൻ, സ്ത്രീയെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ಈ ಸ್ತ್ರೀಯನ್ನು ನೀವೇನು അസഖ്യമാക്കരുത്. ಅಸಖ್ಯ ಮಾಡಬಾರದು. ഇത് പറഞ്ഞപ്പോൾ ಇದು ഇവൻ അങ്ങ് അരിശം കയറി. ಇವನಿಗೆ ಕೋಪ ಬಂತು. ഇങ്ങനെ അങ്ങ് പോയാൽ ಹೀಗೆ ಹೋದರೆ ഈ 3.5 വർഷം ഇതിന്റെ പുറകെ നടന്നിട്ട് ಈ 3.5 ವರ್ಷ എന്തോ കിട്ടിയേ? ಏನು ಸಿಕ್ಕಿದ್ದು? ആമേൻ. അവൻ തീരുമാനിച്ചു, ಅವನ್ ತೀರ್ಮಾನ പിടിച്ചു കൊടുത്തിട്ടാണേലും 10 കാശ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ಹಿಡಿದು ಕೊಟ್ಟಾತ್ರೇನು ನನಗೊಂದು ಸ್ವಲ್ಪ അവൻ അവിടുന്ന് നേരെ മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് ಡೈರೆಕ್ಟ್ ಅಲ್ಲಿಂದ ಮಹಾಯಾಜಕರ ಮುಂದೆ ಹೋದನು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ಆಗ യേശുവിന്റെ മരണത്തിലേക്ക് ಯೇಸುವಿನ ಮರಣಕ್ಕೆ ആമേൻ, ആമേൻ, യേശു വിരൽ ചൂണ്ടുമ്പോൾ ಯೇಸು ಬೆರಳು അതിന് കാരണഭൂതനായ മനുഷ്യൻ ಅದಕ್ಕೆ ಕಾರಣನಾಗಿ യൂദാസ് ആയിരിക്കണം നിർബന്ധമില്ലായിരുന്നു. ಯೂದನಾಗಿರಬೇಕೆಂಬುದಾಗಿ കർത്താവ് പറഞ്ഞ ആ മനുഷ്യൻ ജനിക്കാതിരുന്നാ മതിയായിരുന്നു. ಕರ್ತನಿಂದ ಆ ಮನುಷ್ಯನು ಹುಟ್ಟದೇ ಇರೋದು ಒಳ್ಳೆದಾಗಿ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്രയും ഭയങ്കര കാര്യം അവൻ ചെയ്തത്. ಅಷ್ಟು ಭಯಂಕರವಾದ ವಿಷಯ ಆತನು ಮಾಡಿದ್ದು. പക്ഷേ ಆದರೆ അവൻ ദ്രവ്യാഗ്രഹത്തെ പ്രതി അത് ചൂസ് ചെയ്തു. ಆದ್ರೆ ಹಣದ ಆಸೆಯಿಂದ ಅವನು ಅದನ್ನು ಆರಿಸಿಕೊಂಡ. സ്തോത്രം. ഹല്ലേലൂയ. പിടിച്ചു കൊടുക്കുക എന്നുള്ള വിഷയം. ಹಿಡಿದು ಕೊಡುವ ವಿಷಯವು. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ಅದಕ್ಕೆ ಬೈಬಲ್ ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು, ദ്രവ്യാഗ്രഹം സകലവിധ പാപത്തിന്റെയും
മൂല കാരണമത്. ಹಣದ ಆಸೆ ಎಲ್ಲ ಪಾಪಕ್ಕೂ ಮೂಲ Praise the Lord. ಕಾರಣವಾಗಿದೆ. Hallelujah. മനുഷ്യനങ്ങ് ദ്രവ്യാശ കയറിയാൽ ಮನುಷ್ಯನಿಗೆ ಹಣದ ಆಸೆ എന്തും ಹೆಚ್ಚಿಗೆ ചെയ്യും അവര്. ಅವ್ರು ಏನ್ ಬೇಕಾದ್ರೂ ಮಾಡ್ತಾರೆ. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. ഞാൻ ആ വിഷയം അവിടെ കൊണ്ട് നിർത്തുകയാണ്. ആ വിഷയം ഞാൻ അಲ್ಲಿಗೆ ನಿಲ್ಲಿಸ್ತೇನೆ. ആമേൻ. Hallelujah. അപ്പോൾ അന്ന് ആമേൻ കർത്താവായ യേശുവിനെ പിടിച്ചു കൊടുത്തു. ಆವತ್ತು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹಿಡಿದುಕೊಟ್ಟು യേശു ക്രൂശിക്കപ്പെട്ടു. ಯೇಸು ಶಿಲುಬೆಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ಟರು. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു. ಯೇಸು ಶಿಲುಬೆಗೆ ಹಾಕಕ್ಕೆ ಮುಂಚೆ ಇನ್ನೊಂದು ವಿಷಯ ಕೂಡ ಹೇಳಿದ್ರು. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ನಿಮ್ಮ ಹೃದಯ ಕುಂದಿ ಹೋಗಬಾರದು. സ്തോത്രം. Hallelujah. യോഹന്നാന്റെ സുവിശേഷം ಯೋಹನನ ಸುವಾರ್ತೆ 14 അധ്യായത്തിലേക്ക് 14ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರೋಣ. സ്തോത്രം. എല്ലാവർക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ಎಲ್ಲರೂ ಗಮನವಿಡ್ತಾ ಇದ್ದೀರಾ? ആമേൻ. ആ വായിച്ചു. ആ ആ ആ അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ಅಲ್ಲೊಂದು ಮಾತನ್ನು ನೀವು ಗಮನವಿಡಿ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ನನ್ನ ತಂದೆಯ ಮನೆಯಲ್ಲಿ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ಬಹಳ ಬಿಡಾರಗಳಿವೆ. യേശു എന്നിട്ട് പറയാണ്, ಯೇಸು ನಂತರ ಹೇಳ್ತಿದ್ದಾರೆ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ಇಲ್ಲದಿದ್ದರೆ ನಾನು ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತಿದ್ದೆ. സ്തോത്രം. ಆಮೆನ್. എന്നിട്ട് യേശു അടുത്ത വാക്ക് പറയാണ്, ನಂತರ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ പോയി ನಾನು ಹೋಗಿ ആമേൻ നിവാസങ്ങൾ ഒരുക്കിയ ശേഷം. ಸ್ಥಳವನ್ನು ಸಿದ್ಧ ಮಾಡಿ. ഈ ഉണ്ടാക്കിയ ഭവനം എന്തിനാ ഒരുക്കുന്നത്? പിന്നെ ಈ ಕಟ್ಟಿರೋ ಮನೆ ಯಾಕೆ ಮತ್ತೆ ಸಿದ್ಧ ಮಾಡೋದು? എന്തിനാ ഒരുക്കുന്നേ? ಯಾಕೆ ಮತ್ತೆ ಸಿದ್ಧ ಮಾಡೋದು? പ്രൈസ് ദി ലോർഡ്. ഓൾറെഡി അവിടെ ഭവനങ്ങൾ ഉണ്ട്. ಆಲ್ರೆಡಿ ಅಲ್ಲಿ ಬಿಡಾರಗಳಿವೆ. സ്തോത്രം. ആമേൻ. പക്ഷെ ഒരുക്കുന്നത് ಸಿದ್ಧಪಡಿಸುವುದು നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തികൾ കൊണ്ടാണ് അത് ഒരുക്കപ്പെടുന്നത്. ನಾವು ಮಾಡೋ ನೀತಿ ಕ್ರಿಯೆಗಳಿಂದ ಆಗಿದೆ ಆ ಮನೆ ಬಿಡಾರವು ಸಿದ್ಧಪಡಿಸೋದು. ചിലരുടെ ഭവനം ഒന്നും കാണത്തില്ല. ಕೆಲವರ ಮನೆಗಳಲ್ಲಿ ಏನು ಇರೋದಿಲ್ಲ. ചിലരുടെ ഭവനം ആമേൻ അലങ്കരിക്കപ്പെട്ടിരിക്കും. ಕೆಲ ಮನೆಗಳು ಅಲಂಕೃತ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയി ഒരുക്കിയ ശേഷം, ನಾನು ಹೋಗಿ ಸಿದ್ಧ ಮಾಡಿದ ನಂತರ ആമേൻ തിരികെ വന്ന്, ನಾನು ವಾಪಸ್ ಬಂದು, അത് വാക്ക് ശ്രദ്ധിച്ചോണം, ನೀವು തിരികെ വന്ന് ನಾನು ವಾಪಸ್ ಬಂದು നിങ്ങളെ ചേർക്കും. ನಿಮ್ಮನ್ನು ಕರ್ಕೊಂಡು അപ്പോൾ ಹೋಗುತ್ತೇನೆ. യേശു പറയുന്നുണ്ട്, ಮತ್ತೆ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഒന്നാമത്തെ പദം നമ്മൾ വായിച്ചതിൽ ಒಂದನೇ ವಾಕ್ಯದಲ್ಲಿ ಓದಿದ್ದು പിടിക്കപ്പെടുമെന്നും ಹಿಡಿಯಲ್ಪಡುತ್ತೆ, കൊല്ലപ്പെടുമെന്നും ಸಾಯಿಸಲ್ಪಡುತ್ತಾರೆ, മരിക്കുമെന്നും ಸಾಯ್ತಾರೆ ಎಂಬುದಾಗಿ, ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞു. ಪುನರುತ್ಥಾನಗೊಳ್ಳುತ್ತಾರೆ ಎಂಬುದಾಗಿ ഇപ്പൊ ಹೇಳಿದ್ದಾರೆ. വായിച്ച വാക്യത്തിൽ ಇವಾಗ ಓದಿದ ವಾಕ್ಯ തിരികെ വരും എന്ന് യേശു പറഞ്ഞു. ವಾಪಸ್ ಬರ್ತೀನಿ ಎಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದರು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു മാത്രമല്ല യേശു തിരികെ വരുമെന്ന് പറഞ്ഞത്. ಯೇಸು ಮಾತ್ರವಲ್ಲ, ಯೇಸು ವಾಪಸ್ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದು. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ, ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳಲ್ಲಿ ಓದುವಾಗ ആമേൻ, ദൂതൻ പറയുകയാണ്, ದೂತನು ಹೇಳುತ್ತಿದ್ದಾನೆ, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ഈ യേശു ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಸ್ವರ್ಗಕ್ಕೆ ಹೋದ ಈ ಯೇಸು താൻ പോയ പോലെ തിരികെ വരും. ತಾನು ಆತನು ಹೋಗಿದ ರೀತಿಯಲ್ಲೇ ವಾಪಸ್ ಬರುತ್ತಾನೆ. 2:11 എഴുതിയിരിക്കുന്നത്. 1:11 ಬರೆದಿದೆ. അപ്പോസ്തലന്മാർ പറയുന്നു, ಅಪೊಸ್ತಲರು ಹೇಳುತ್ತಿದ್ದಾರೆ, കർത്താവിന്റെ നാൾ ಕರ್ತನ ದಿನ കള്ളനെ പോലെ വരും. ಕಳ್ಳನಂತೆ ಬರುತ್ತಾನೆ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ, ഇവിടെ ശ്രദ്ധിക്കൂ. ಗಮನವಿಡಿ. ആമേൻ. നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ കാലം, ನಾವು ಬಂದಿರೋ ಈ ಕಾಲವು യേശുവിന്റെ വരവ് ഏറ്റവും അടുത്ത സമയമാണ്. യേശുവിನ ಬರವಣಿಗೆಗೆ ತುಂಬಾ ಹತ್ರವಾಗಿರೋ ಸಮಯದಲ್ಲಾಗಿದ್ದೇವೆ. യേശു തിരിച്ചു വരും എന്ന്, യേശು ವಾಪಸ್ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ ഒന്നാമത് യേശു തന്നെത്താൻ പറഞ്ഞു. ಯೇಸುನೇ ಹೇಳಿದಾನೆ, ಆತನು ವಾಪಸ್ ಬರುತ್ತಾನೆ ಎಂಬುದಾಗಿ. ഞാൻ വന്ന് ನಾನು ಬಂದು നിങ്ങളെ ചേർത്തുകൊള്ളും. ನಿಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಹೋಗುತ್ತೇನೆ. രണ്ടാമത് ಎರಡನೇದಾಗಿ സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞു, ಪರಲೋಕದ ದೂತನು ಹೇಳಿದರು, ആമേൻ, നിങ്ങളുടെ കർത്താവ് പോയ പോലെ തിരിച്ചു വരും. ನಿಮ್ಮ ಕರ್ತನು ಹೋದ ರೀತಿಯಲ್ಲೇ ವಾಪಸ್ ಬರುತ್ತಾನೆ. മൂന്നാമത് ಮೂರನೇದಾಗಿ അപ്പോസ്തലന്മാർ നിരന്തരമായി പറഞ്ഞു, ಅಪೊಸ್ತಲರು ನಿರಂತರವಾಗಿ ಹೇಳಿದರು, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ നാൾ ಕರ್ತನ ದಿನವು കള്ളനെ പോലെ വരും. ಅದು ಕಳ್ಳನಂತೆ ಆಗಿರುತ್ತೆ. സ്തോത്രം. ಆಮೆನ್. നാലാമത് ನಾಲ್ಕನೇದಾಗಿ പ്രവാചക വാക്യങ്ങൾ ഉണ്ടായിരുന്നു. ಪ್ರವಾದಿ ಮಾತುಗಳಿವೆ.
സ്തോത്രം. Hallelujah. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, ಹಳೆ ನಿಯಮದ ಪ್ರವಾದಿಗಳು ദാനിയേൽ പറയുകയാണ്, ದಾನಿಯೇಲನು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ മനുഷ്യപുത്രൻ മേഘാരൂഢനായി വരുന്നത് കാണുന്നു. ಮನುಷ್ಯಪುತ್ರನ ಮೇಘದಲ್ಲಿ ಬರುವುದನ್ನು ನಾನು ನೋಡುತ್ತಿದ್ದೇನೆ ಎಂಬುದಾಗಿ. എത്ര പേരാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ಎಷ್ಟು ಜನರಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತು ಆಗಿ യേശു തന്നെ പറഞ്ഞു, ಯೇಸುನೇ ಹೇಳಿದ್ದಾರೆ, അപ്പസ്തോലന്മാർ പറഞ്ഞു, ಅಪೊಸ್ತಲರು ಹೇಳಿದರು, പ്രവാചകന്മാർ പറഞ്ഞു, ಪ್ರವಾದಿಗಳು ಹೇಳಿದರು, ദൂതന്മാർ പറഞ്ഞു. ದೂತರು ಹೇಳಿದರು. ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ, സ്തോത്രം. ಗಮನವಿಡಿ. പലർക്കും യേശു വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ಹಲವಾರು ಜನರಿಗೆ ಯೇಸು ಬರ್ತಾರೆ ಎಂಬುದಾಗಿರೋ ನಿರೀಕ್ಷೆ ಇಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്ന് ശാലോം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു യൂത്തിൻ്റെ ഇതിൽ, കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഞാൻ നോക്കി, അതിന്റെ ആരംഭം യേശുവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് പ്രാരംഭ യേശുവിന്റെ വരവിനെ കുറിച്ചാಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി സമയമുണ്ടെന്ന് തോന്നുന്നു, 20 മിനിറ്റ് എന്തോ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വരാൻ സമയമായി, കർത്തನು ಬರಕ್ಕೆ ಸಮಯವಾಯಿತು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇതെല്ലാരും അങ്ങ് പറയുകയാണ്. ಹೀಗೆ ಎಲ್ಲರೂ ಹೇಳ್ತಿದ್ದಾರೆ. ആദ്യ നൂറ്റാണ്ടിലെ സഭ ಮೊದಲನೇ എല്ലാവരും പറയാണ്, ಎಲ್ಲರ ಹತ್ರ ಹೇಳ್ತಿದ್ರು, കർത്താവ് വരുവാൻ സമയമായി, ಕರ್ತನು ಬರಕ್ಕೆ അതുകൊണ്ട് ಸಮಯವಾಯಿತು. ഭയങ്കര ഒരുക്കമായിരുന്ന സഭ. ಅದರಿಂದ ಎಲ್ಲಾ ಸಭೆಯಲ್ಲಿ ಎಲ್ಲರೂ ഈ കർത്താവ് വരും എന്ന് തോന്നിയുകൊണ്ട് ಈ ಕರ್ತನು ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ അവർ അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു. ಅದು ಅವರಿಗೆ ಇದ್ದದೆಲ್ಲ ಮಾರಿ, എന്നിട്ട് ನಂತರ അവർ കൂട്ടായ്മയിലേക്ക് വന്നു. ಅವರು ಫೆಲೋಶಿಪ್ಗೆ ಬಂದರು. അവർ രാവും പകലും പ്രാർത്ഥിച്ച് ಹಗಲು ഇരുಳು ಪ್ರಾರ್ಥನೆ ಮಾಡಿ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ಅವರು ಕರ್ತನ ಬರವಣಿಗೆಗೆ ಸಿದ್ಧರಾಗಿದ್ದರು. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ಅಪೊಸ್ತಲನಾಗಿದ್ದ ಪೌಲನು ಹೇಳ್ತಿದ್ದಾರೆ, കർത്താവിന്റെ വരവിനെ കുറിച്ച് ಕರ್ತನ ಬರವಣಿಗೆ ಕುರಿತು ഞങ്ങൾ എന്തേലും പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ನಾವೇನೋ ಹೇಳಿದ್ದೀವಿ ಎಂಬುದಾಗಿ ನೀವು അവിവേകമൊന്നും കാണിക്കല്ലേ. ತಪ್ಪು ಮಾಡಬಾರದು. കർത്താവിന്റെ വരവിന് മുമ്പ് ಕರ್ತನ ಬರವಣಿಗೆ ಮುಂಚೆ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ನಡಿಬೇಕಾಗಿರೋ ಕೆಲ ವಿಷಯಗಳಿವೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി സമയം വേണം സംഭവിക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ. ನಡೆಯೋ ವಿಷಯಗಳೆಲ್ಲಕ್ಕೆ ತುಂಬಾ ಸಮಯ ಬೇಕು. എവിടെയൊക്കെ അടയാളങ്ങൾ നടക്കുന്നറിയാമോ? ಎಲ್ಲೆಲ್ಲ ಸೂಚನೆಗಳು ನಡೆಯುತ್ತೆ ಅಂತ ಗೊತ್ತಾ? ഒന്നാമത്, ಒಂದನೇದಾಗಿ കർത്താവിന്റെ വരവിന്റെ അടയാളം, ಕರ್ತನ ಬರವಣಿಗೆಯ ಸೂಚನೆಯು നമ്മളിൽ നടക്കും, ನಮ್ಮಲ್ಲಿ ನಡೆಯುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്, ಎರಡನೇದಾಗಿ കർത്താവിന്റെ വരവിന്റെ അടയാളം ಕರ್ತನ ಬರವಣಿಗೆಯ ലോകത്തിൽ നടക്കും, ಲೋಕದಲ್ಲಿ ನಡೆಯುತ್ತದೆ. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്, ಮೂರನೇದಾಗಿ കർത്താവിന്റെ വരവിന്റെ അടയാളം ಕರ್ತನ ಬರವಣಿಗೆಯ യഹൂദന്മാരുടെ ഇടയിൽ നടക്കും. ಯಹೂದ ಜನರ ಮಧ್ಯದಲ್ಲಿ ನಡೆಯುತ್ತದೆ. 3 സ്ഥലത്താണ് യേശുവിന്റെ വരവിന്റെ അടയാളം നടക്കുന്നത്. 3 ಜಾಗಗಳಾಗಿದೆ ಯೇಸುವಿನ ಬರವಣಿಗೆಯ ಸೂಚನೆಯು ನಡೆಯುವುದು. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നമ്മളിൽ നടക്കും, ಒಂದು മനുഷ്യരിൽ നടക്കും. ಮನುಷ್ಯರಲ್ಲಿ ನಡೆಯುತ್ತದೆ. 2 യഹൂദ ജാതിയിൽ നടക്കും. 2 ಯಹೂದ ಜಾತಿಯಲ್ಲಿ ನಡೆಯುತ್ತದೆ. 3 ലോകത്തിൽ നടക്കും. 3 ಲೋಕದಲ್ಲಿ ನಡೆಯುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള ജിജ്ഞാസ ഉണ്ടായി. ഈ ഭയങ്കരമായിട്ടുള്ള സ്തോത്രം എന്താ അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ಶಿಷ್ಯರಿಗೆ ಇದು ಬಹಳವಾಗಿ ತಿಳ್ಕೊಳ್ಬೇಕೆಂಬುದಾಗಿರೋ ಆಸಕ್ತಿ ಇತ್ತು. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ಮತ್ತಾಯನ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ಒಂದಿನಿಂದ ಇರೋ ವಾಕ್ಯಗಳನ್ನು ಓದೋಣ. ഒരു ഭാഷയിൽ വായിച്ചാൽ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ಆಮೇಲೆ ആ ആ ആ ആ അവര് ദേവാലയത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ಅವರು ದೇವಾಲಯದ ಹತ್ತಿರದಲ್ಲಿ ನಿಲ್ಲುವಾಗ ദേവാലയത്തിന്റെ പണികൾ കാണിച്ചു. ಅವರು ದೇವರ ಆಲಯದ ಕಟ್ಟುವಿಕೆಯನ್ನು ತೋರಿಸಿ, ഓക്കെ, ദേവാലയത്തിന്റെ പണികൾ കാണിച്ചു, ದೇವಾಲಯದ ಕಟ್ಟುವಿಕೆಯನ್ನು ತೋರಿಸಿ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവോട് പറയാണ്, ಕರ್ತನಾಗಿ ಹೇಳ್ತಿದ್ದಾರೆ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് പൊളിയപ്പെടും. കല്ലിನ ಮೇಲೆ ಕಲ್ಲು ಉಳಿಯದೆಲ್ಲ ನಾಶವಾಗುತ್ತೆ. ಯಾವುದು? കർത്താവ് ശുദ്ധീകരിച്ച ദേവാലയം, കർത്തന് ശുദ്ധീകരണ ಮಾಡಿದ ದೇವಾಲಯವು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവര് പറയുന്നുണ്ട്, ഇവർ ಹೇಳ್ತಿದ್ದಾರೆ, അതെങ്ങനെ സംഭവിക്കും? ಅದು ಹೇಗೆ ನಡೆಯುತ್ತದೆ? ഇവരെല്ലാം വേറെ ചിലർ പറയാണ്, ಬೇರೆ ಕೆಲವರು ಹೇಳ್ತಿದ್ದಾರೆ, 46 വർഷം കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പണിത ദേവാലയമാണ്. ನಮ್ಮ ಪಿತೃಗಳು 46 ವರ್ಷಗಳು ತಗೊಂಡು ಈ ದೇವಾಲಯವನ್ನು ಕಟ್ಟಿದ್ದಾರೆ. ഇത് പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് നീ എങ്ങനെയാ പറയുന്നത്? ಇದು ಒಡೆದಾಕಿದ್ರೆ 3 ದಿನದಲ್ಲಿ ನೀನು ಕಟ್ಟುತ್ತಿ ಎಂಬುದಾಗಿ ഇവിടെ കർത്താവ് ഇത്
കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയുന്നേ പറഞ്ഞിട്ടുള്ളൂ. ಕರ್ತನಲ್ಲಿ ಕಲ್ಲಿನ ಮೇಲೆ ಕಲ್ಲು ಯಾವುದು ಇರೋದಿಲ್ಲ ಅಂತ അതിന് ಹೇಳಿದ್ದಾರೆ. മുമ്പോടത്ത് കർത്താവ് തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് അവരോട് പറഞ്ഞു, ಅದಕ್ಕೆ ಮುಂಚೆ ಕರ್ತನು ತನ್ನ ಶರೀರವಾಗಿರೋ ಆಲಯದ ಕುರಿತು സൂചിപ്പിക്കാൻ വേണ്ടി. ಅದು ಸೂಚನೆ ಕೊಡಕ್ಕೆ അവർക്ക് മനസ്സായില്ല. ಅವರಿಗೆ ಅರ್ಥ ಆಗಲಿಲ್ಲ. അപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ಇದು ಸ್ವಲ್ಪ ಮುಂದೆ ಬರುವಾಗ അവർ 3 ക്വസ്റ്റ്യൻ യേശുവിനോട് ചോദിച്ചു. ಅವರು 3 ಕ್ವಶ್ಚನ್ ಯೇಸು ಹತ್ರ ಕೇಳಿದ್ರು. അതിന്റെ താഴെ ഭാഗം വായിച്ചേ. 3 ക്വസ്റ്റ്യൻ ಅದರ ಕೆಳಗೆ ಭಾಗವನ್ನು ಓದೋಣ. വായിച്ചോ. 24:3. ആ ആ ആ 3 കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. ಅವರು 3 ವಿಷಯಗಳಾಗಿದೆ ಅಲ್ಲಿ ಕೇಳ್ತಾರೆ. കണ്ടതി വായിച്ചേ. ആ ആ ആ ഒന്നാമത്തേത് എന്താണ്? അത് എപ്പോൾ സംഭവിക്കും? ഏത്? ആലയം ആമെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയുന്നത്. ಒಂದನೇ ಪ್ರಶ್ನೆ, ಅದು ಯಾವಾಗ ನಡೆಯುತ್ತೆ? ಈ ಆಲಯವು ಯಾವಾಗ ಬೀಳಲ್ಪಡುತ್ತೆ? രണ്ടാമത്തെ എന്താണ്? ಎರಡನೇದು ಏನಾಗಿದೆ? നീ പ്രത്യക്ഷനാകുവതൊക്കെ രണ്ടാമത്തെ വിഷയമാണത്. ಎರಡನೇ ಪ್ರಶ್ನೆ, എപ്പോൾ നിന്റെ വരവാകും? ಯಾವಾಗ ನೀನು ಪ್ರತ್ಯಕ್ಷನಾಗುತ್ತೀಯ? മൂന്നാമത്തേത്, ಮೂರನೇದು, യുഗത സമാപ്തി, കാലം എപ്പോൾ തീരും? ലോകം എപ്പോൾ തീരും? ಮೂರನೇ ಪ್ರಶ್ನೆ, ಯುಗವು ಯಾವಾಗ ಮುಗಿಯುತ್ತೆ ಎಂಬುದಾಗಿ. 3 ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചത്. ಅಲ್ಲಿ ಮೂರು ಪ್ರಶ್ನೆಗಳು എന്തൊക്കെയാ ചോദിക്കുന്നത്? ಏನೆಲ್ಲ ಆಗಿದೆ? ಒಂದನೇದಾಗಿ, ദേവാലയം എപ്പോൾ പൊളിയും? ದೇವಾಲಯವು ಯಾವಾಗ ಬೀಳಲ್ಪಡುತ್ತದೆ? സ്തോത്രം. AD 70 AD 70 തീത്തോസ് കൈസറನು ദൈവത്തിന്റെ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആമെ ഉഴുത് മറിച്ച് ദൂരെ കളഞ്ഞു. കല്ലിನ ಮೇಲೆ ಕಲ್ಲು ಇರದಂತೆ ಆ ದೇವಾಲಯವನ್ನು ನಾಶಪಡಿಸಿದ. AD 70 AD 70 ഇന്ന് 2026 വരെയും ആ ആലയം കെട്ടാൻ പിന്നെ പറഞ്ഞിട്ടില്ല. 2026 ವರ್ಷಗಳಾದ ಆಲಯ ಇನ್ನ ಕಟ್ಟಕ್ಕೆ ಆಗಲಿಲ್ಲ. ആ ആലയം ഇടുന്ന സ്ഥാനത്ത്, ಆ ಆಲಯ ಇದ್ದ ಜಾಗದಲ್ಲಿ മുസ്ലിങ്ങള് അവരുടെ അൽ അസ്ക എന്ന ആലയം പണിതു. ಮುಸ್ಲಿಂ ಅವರ ದೇವಾಲಯವಾಗಿರೋ ಅಲ್ ಅಸ್ಕ ಎಂಬುದಾಗಿರೋ ಆಲಯವನ್ನು ಕಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. യഹൂദന്മാർ AD 70 ലോകം മുഴുവൻ ചിതറിപ്പോയി. AD 70 ಯಹೂದ ಜನರು ಲೋಕದ ಎಲ್ಲಾ ಕಡೆಗೆ ಹೋದರು. കേരളത്തിലേക്ക് വന്നു, ಕೇರಳಕ್ಕೆ ಬಂದರು, ബോംബെയിലേക്ക് വന്നു, ಬಾಂಬೆಗೆ ಬಂದರು. സ്തോത്രം. ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പോയി. ಲೋಕದ ಹಲವಾರು ಜಾಗಕ್ಕೆ ಅವರು ಚದರಿ ಹೋದರು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പിതാക്കന്മാർ ಅವರ ಪಿತೃಗಳು 46 വർഷങ്ങൾ, 46 ವರ್ಷಗಳು ആയിരക്കണക്കിന് മനുഷ്യർ നിന്ന് കെട്ടിയ ആലയം, ಸಾವಿರಾರು ಮನುಷ್ಯರು ನಿಂತು ಕಟ್ಟಿರೋ ಆಲಯವನ್ನು തീത്തോസ് കൈസർ ആനയെ കെട്ടി ഉഴുത് മറിച്ചു കളഞ്ഞു. ತೀತೋಸ್ ಕೈಸರನ ಆನೆಯನ್ನು ಕಟ್ಟಿಯ ದೇವಾಲಯವನ್ನು ಕಲ್ಲಿಲ್ಲದೆ ನಾಶಪಡಿಸಿದರು. കർത്താവിന്റെ വാക്കുകൾ നിറവേറ്റപ്പെടാൻ, ಅದು ಕರ್ತನ ಮಾತುಗಳು ಪರಿಪೂರ್ಣವಾಗಕ್ಕೆ. ഈ ആലയം, ಈ ಆಲಯವು തിരിച്ചു കെട്ടുക എന്നുള്ളത് ವಾಪಸ್ ಕಟ್ಟುವುದು യഹൂദന്മാരുടെ ഇടയിലെ കർത്താവിന്റെ വരവിനുള്ള ഏറ്റവും വലിയ അടയാളമായിരിക്കും. ವಾಪಸ್ ಕಟ್ಟುವುದು ಕರ್ತನ ಬರವಣಿಗೆಗೆ ಮುಂಚೆ ಇರೋ ದೊಡ್ಡ ಒಂದು ಸೂಚನೆ ಆಗಿದೆ. കഴിഞ്ഞ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ನಾನು ಓದಿನ ಒಂದು ಸತಿ ആലയത്തിന്റെ എല്ലാ കല്ലുകളും റെഡിയാക്കി. ಆಲಯದ ಎಲ್ಲಾ ಕಲ್ಲುಗಳನ್ನು ಅವರು ಸಿದ್ಧ ಮಾಡಿಟ್ಟಿದ್ದಾರೆ. മഹാപുരോഹിതനെ അവർ രഹസ്യമായി സെലക്ട് ചെയ്തു. ಮಹಾಯಾಜಕನನ್ನು ಕೂಡ ಅವರು ಆರಿಸಿಟ್ಟಿದ್ದಾರೆ. ആമേൻ. അവിടെ ശുദ്ധി ചെയ്യേണ്ടിയ പശുഭസ്മമുണ്ട്. ಅಲ್ಲಿ ಶುದ್ಧಿ ಮಾಡಬೇಕಾಗಿರೋ ಹಸುವಿನ ಭಸ್ಮ ಇದೆ. ചുമന്ന പശുവായിരിക്കണം. ಅದು ಕೆಂಪು ಹಸು ആ ಆಗಿರಬೇಕು. ചുമന്ന പശുവിനെ 6 എണ്ണത്തിനെ അവർ റെഡിയാക്കി. ಆ ಕೆಂಪು ಹಸುವನ್ನು 6 ಸಿದ್ಧ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. അതിലൊരു പശുവിനെ ആമേൻ അവര് ആമേൻ ചുട്ടിട്ട്, ಅದರಲ್ಲಿ ಒಂದು ಹಸುವನ್ನು ಅವರು ಸುಟ್ಟು പശുഭസ്മം എടുത്ത് ಆ ಹಸುವಿನ ಭಸ್ಮವನ್ನು ತಗೊಂಡು ആലയത്തെയും പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുവാൻ അവർ റെഡിയായി നിൽക്കുക. ಆಲಯವನ್ನು ಪುರೋಹಿತರನ್ನು ಸಿದ್ಧಪಡಿಸಕ್ಕೆ ಅವರು ಸಿದ್ಧವಾಗಿ ನಿಂತಿದ್ದಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത് എന്തിന്റെ ലക്ഷണമാ? ഇതേനನ್ನು ತೋರಿಸ್ತಾ ಇದೆ. 2025 വർഷശേഷം 2025 ഇത് സംഭവിക്കുന്നെങ്കിൽ, ಇದು ನಡೀತಾ ಇದ್ದರೆ, ആമേൻ, യഹൂദന്മാരുടെ ഇടയിലെ അടയാളം ആരംഭിച്ചു കഴിഞ്ഞു. യേശു വരുവാൻ സമയമായി. ಯಹೂದರ ಮಧ್ಯದಲ್ಲಿರುವ ಆ ಸೂಚನೆಯು ಪ್ರಾರಂಭವಾಗಿದೆ. ಯೇಸು ಬರಕ್ಕೆ ಸಮಯವಾಯಿತು. അത് എപ്പോൾ സംഭവിക്കുമെന്ന് അവർ ചോദിച്ചു. ಯಾವಾಗ ನಡೆಯುತ್ತೆ ಎಂಬುದಾಗಿ ಅವರು ಕೇಳಿದ್ರು. അത് അങ്ങനെ AD 70 സംഭവിച്ചു. ಅದು AD 70 ನಡೆಯಿತು. ദൈവം സഹായിച്ചാൽ ആരെങ്കിലും യെരുശലേമിൽ പോകുന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വാ. അവിടെ ഇസ്രായേൽ ജനത്തിന് മാത്രം ലോകത്തിൽ ഒരാലയമില്ല. ജെറുസലേമിಗೆ ಯಾರಾದ್ರೂ ಹೋದ್ರೆ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ, ಈ ಲೋಕದಲ್ಲಿ ಯಹೂದ ಜನರಿಗೆ ಮಾತ್ರ ಒಂದು ದೇವಾಲಯವಿಲ್ಲ. സ്തോത്രം. അവർ ആലയം പണിയും, ಅವರು ಆಲಯವನ್ನು ಕಟ್ಟುತ್ತಾರೆ. അതിനു മുമ്പ് ಅದಕ್ಕೆ ಮುಂಚಿತವಾಗಿ വരും, ಕರ್ತನು ಬರುತ್ತಾನೆ, സഭ എടുക്കപ്പെടും, ಸಭೆಯು ಎತ್ತಲ್ಪಡುತ್ತದೆ. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ಕಾರಣವೇನಂತ ಗೊತ್ತಾ? നിങ്ങൾ ദൈവത്തെ
ദൈവത്തിന്റെ മന്ദിരമെന്നും ನೀವು ದೇವರ ಮಂದಿರ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ದೇವರ ಆತ್ಮನು ನಿಮ್ಮಲ್ಲಿ ವಾಸ നിങ്ങൾ ಮಾಡುತ್ತದೆ അറിയുന്നില്ലയോ? ನಿಮಗೆ ಗೊತ್ತಿಲ್ಲವೋ? ആമേൻ. ദൈവത്തിന്റെ സഭ എന്ന ആലയം ದೇವರ ಸಭೆ ಎಂಬುದಾಗಿರೋ ಆಲಯವು നമ്മളാണ്. ನಾವಾಗಿದ್ದೇವೆ. ഒരു സമയം ಒಂದು ಸಮಯ ഈ ഭൂമിയിൽ ಈ ಭೂಮಿಯಲ್ಲಿ ദൈവം വസിക്കാൻ ದೇವರು ವಾಸ ഒരൊറ്റ ಮಾಡಕ್ಕೆ ആലയമേ കാണുകയുള്ളൂ. ಒಂದೇ ಒಂದು ഈ ಆಲಯವಿರುವುದು. സഭ എടുക്കപ്പെട്ടാൽ ಈ ಸಭೆ ಎತ್ತಲ್ಪಟ್ಟರೆ അടുത്ത സഭ ഇവിടെ വരും, ಇನ್ನೊಂದು ಸಭೆ ಬರುತ್ತದೆ, അല്ലെങ്കിൽ അടുത്ത ആലയം വരും. ನೆಕ್ಸ್ಟ್ ಆಲಯ ಬರುತ್ತದೆ. Praise the Lord. Hallelujah. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ಕರ್ತನ ಬರವಣಿಗೆ ತುಂಬಾ ಹತ್ತಿರವಾಗಿದೆ. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരുങ്ങി വരുന്നത്. ಅದಕ್ಕೇನೆ ಇದೆಲ್ಲ ಸಿದ್ಧವಾಗಿ ಬರುತ್ತದೆ. പറഞ്ഞു, ನಾನು ಓದುವಾರ ನಿಮ್ಮ ಹತ್ರ ಹೇಳಿದೆ, ഈ റംസാന് ಈ ರಂಸಾನ್ അലസ്ക ദേവാലയം തുറന്നില്ല. ಅಲ್ಲಸ್ಕ ದೇವಾಲಯವು ತೆರೆಯಲ್ಪಡಲಿಲ್ಲ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാലം ഇത് അടച്ചു കിടക്കുന്നത്. ಚರಿತ್ರದಲ್ಲಿ ಮೊದಲನೇ ಬಾರಿಯಾಗಿದೆ ಇಷ್ಟು ದಿನಗಳನ್ನು ലോകത്തിലെ ಮುಚ್ಚಲ್ಪಟ್ಟಿದ್ದು. മുഴുവൻ അറബി രാജ്യങ്ങളും ಲೋಕದ ಪೂರ್ತಿ ಅರಬ್ಬಿ ರಾಜ್ಯಗಳು റെക്കമെൻഡ് ചെയ്തിട്ടും ಕೇಳಿದ್ರೇನು അത് തുറന്നു കൊടുക്കാൻ യഹൂദൻ തയ്യാറായി. ಅದು ತೆರೆದು ಕೊಡಕ್ಕೆ ಯೆಹೂದ ಜನರು അതിന്റെ ಸಿದ್ಧವಾಗಲಿ. അർത്ഥം ಅದರ ಅರ್ಥವು അവരുടെ കണ്ണുകൾ അതിന്റെ മേലെ പതിഞ്ഞു. ಅವರ ಕಣ್ಣುಗಳು ಅದರ ಮೇಲೆ ಬಿದ್ದಿದೆ. ലോക മനുഷ്യന് മനസ്സാകത്തില്ല. ಲೋಕ ಮನುಷ್ಯರಿಗೆ ಅರ್ಥ യേശുവിന്റെ വരവിന് മുമ്പേ, ಯೇಸುವಿನ ಬರವಣಿಗೆ ಮುಂಚೆ Praise the Lord, അവിടെ യഹൂദന്മാരുടെ ആലയം ഉയർന്നിരിക്കും. ಅಲ್ಲಿ ಯೆಹೂದರ ಆಲಯ ಬಂದೇ ಬರುತ್ತದೆ. കാരണം എന്താണെന്നറിയാമോ? ಕಾರಣವೇನಂತ ആ ಗೊತ್ತಾ? സ്ഥലത്താണ് ಆ ಜಾಗದಲ್ಲಾಗಿದೆ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത്. ಅಬ್ರಹಾಂ ಇಸಾಕನ ಯಜ್ಞ ആ ಬಲಿಗೆ ಬಂದಿದ್ದು. സ്ഥലത്താണ് ಆ ಜಾಗದಲ್ಲಾಗಿದೆ ദാവീദ് ദേവാലയത്തിന് വേണ്ടി സ്ഥലം ആമേൻ ആമേൻ പൈസ കൊടുത്ത് മേടിച്ചത്. ಆ ಜಾಗದಲ್ಲಾಗಿ ದೇವಾಲಯವನ್ನು ಕಟ್ಟಕ್ಕೆ ದಾವೀದನ ಹಣವನ್ನು ആ സ്ഥലത്ത് തന്നെയാണ് ಆ ಜಾಗದಲ್ಲಿ ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതുയർത്തിയത്. ಶಲಮೋನನ ದೇವರ ಆಲಯವನ್ನು ಕಟ್ಟಿತು. Praise the Lord. Hallelujah. അതാണ് ആ ഭൂമിയുടെ പ്രത്യേകത. ಅದಾಗಿದೆ ಆ ಭೂಮಿಯ ಪ್ರತ್ಯೇಕತೆ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യഹൂദനിൽ ഒരു അടയാളം നടക്കും. ಯೆಹೂದ ಜನರಲ್ಲಿ ಒಂದು ಸೂಚನೆಯು ನಡೆಯುತ್ತದೆ. ആമേൻ. ഹല്ലേലൂയ. അവരുടെ അതെപ്പോൾ സംഭവിക്കുന്ന ഒരു പദം, ಅದು ಯಾವಾಗ ನಡೆಯುತ್ತೆ അത് ദേവാലയം എപ്പോൾ പൊളിയുമെന്നാണ് അവർ ചോദിച്ചത്. ಅದು ದೇವಾಲಯ ಯಾವಾಗ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. ಕಲ್ಲಿನ ಮೇಲೆ ಕಲ್ಲಿಲ್ಲದೆ അത് ಯಾವಾಗ സംഭവിച്ചു കഴിഞ്ഞു. ಅದು ನಡೆದಿದೆ. അത് പിന്നെയും കെട്ടപ്പെടും. ಅದು ಮತ್ತೆ ಕಟ್ಟಲ್ಪಡುತ್ತದೆ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയമാണ്, ಎರಡನೇ ಪ್ರಶ್ನೆ ಆಗಿದೆ, നിന്റെ വരവ് എപ്പോഴായിരിക്കും? ನಿನ್ನ ಪ್ರತ್ಯಕ್ಷತೆ ಯಾವಾಗವಾಗಿರುತ್ತೆ? നിന്റെ വരവ് എപ്പോഴായിരിക്കുമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ ನಿನ್ನ ಬರವಣಿಗೆ ಯಾವಾಗ ಆಗಿರುತ್ತೆ ಎಂಬುದಾಗಿ ಕರ್ತನ ಹತ್ರ ಕೇಳಿದಾಗ 4 സുവിശേഷവും പഠിക്കണം, 4 ಸುವಾರ್ತೆಗಳು ನಾವು ಕಲಿಬೇಕು, തെസ്സലോനിക്ക ലേഖനം പഠിക്കണം, ತೆಸ್ಸಲೋನಿಕ ಲೇಖನ ಕಲಿಬೇಕು, വെളിപ്പാട് പുസ്തകം പഠിക്കണം. ಪ್ರಕಟಣ ಪುಸ್ತಕ ಕಲಿಬೇಕು. എന്നാലേ കർത്താവിന്റെ വരവിന്റെ മുഴുവൻ അടയാളം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂ. ಆವಾಗನೇ ಕರ್ತನ ಬರವಣಿಗೆಗೆ ಇರೋ ಸೂಚನೆಗಳೆಲ್ಲ ಕಲಿಯಕ್ಕೆ ಸಾಧ್ಯವಾಗೋದು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. അവര് പറയാണ്, ಅಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ വരവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ನಿಮ್ಮ ಬರವಣಿಗೆ ಕುರಿತು ನಮಗೆ ഒരു കാര്യം ഞാൻ ಹೇಳಿಕೊಡಿ. പറയാം. ಒಂದು ವಿಷಯ ನಾನು യേശു ಹೇಳ್ತೀನಿ. എപ്പോൾ വരുന്നെന്ന് ಯೇಸು ಯಾವಾಗ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ ആമേൻ ദൈവത്തിന്റെ ദൂതന്മാരോ ದೇವರ ದೂತರೋ പുത്രനോ അറിയുന്നില്ല. ಕುಮಾರನಿಗೆ ಕೂಡ പുത്രൻ ಗೊತ್ತಿಲ್ಲ. അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಕುಮಾರನಿಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, സ്തോത്രം, ಆಮೆನ್, അതിന്റെ അർത്ഥം യേശുവിന് അറിയത്തില്ല എന്നുള്ള അർത്ഥമല്ല. ಅದರ ಅರ್ಥ ಯೇಸುವಿಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಅಲ್ಲ. അതിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ಅದರ ಸಮಯ ಇನ್ನ ನಿಶ್ಚಯ ಆಗಲಿಲ್ಲ. Praise the Lord. എന്താണ് കാരണം? ಯಾಕೆ ಕಾರಣ? അവസാനത്തെ വ്യക്തിയും രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ಕೊನೆಯ ವ್ಯಕ್ತಿ ಕೂಡ ರಕ್ಷಣೆ ಆಗಬೇಕು. Praise the Lord. Hallelujah. ലോകം മുഴുവൻ സുവിശേഷം അറിയപ്പെടണം. ಲೋಕ ಪೂರ್ತಿ ಸುವಾರ್ತೆ അത് മനുഷ്യനെ ಹರಡಲ್ಪಡಬೇಕು. ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ಅದು ಮನುಷ್ಯನಿಗೆ ಕೊಟ್ಟಿರೋ ಜವಾಬ್ದಾರಿ. മനുഷ്യനെ ചെയ്തു തീർക്കുമ്പോൾ ಮನುಷ್ಯರು ಅದು ಮಾಡಿ ಮುಗಿಸುವಾಗ യേശു കർത്താവ് ഈ ലോകത്തേക്ക് ಯೇಸು വരും. ಕ್ರಿಸ್ತನು ಈ ಲೋಕಕ್ಕೆ ಬರುತ್ತಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പോൾ നിന്റെ വരവിനെ കുറിച്ച് കർത്താവോട് ചോദിച്ചപ്പോൾ ನಿನ್ನ ಬರವಣಿಗೆ ಯಾವಾಗ ಎಂಬುದಾಗಿ ಕರ್ತನ ಹತ್ರ ಕೇಳಿದಾಗ ഞാൻ ഒരു കഥയും പറയുന്നില്ല, ಒಂದು ಕಥೆ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ, ബൈബിളുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ಬೈಬಲ್ ಅಲ್ಲಿರೋ ವಿಷಯಗಳು ಹೇಳ್ತಾ ബൈബിൾ ಇರೋದು. വായിക്കുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ಬೈಬಲ್ ಓದುವವರಿಗೆ ಚೆನ್ನಾಗಿ ಅರ್ಥ ಆಗುತ್ತದೆ. ബൈബിൾ അറിയത്തില്ലാത്തവർക്ക് ಬೈಬಲ್ ಗೊತ್ತಿಲ್ಲದೆ ಇರೋರಿಗೆ പാസ്റ്റർ സാമൂഹ്യ പാഠം പറയുന്നവർ തോന്നും. ಪಾಸ್ಟರ್ Praise the ಕಥೆ Lord. ಹೇಳೋ ತರ ಅನ್ಸುತ್ತದೆ. എല്ലാ ആഴ്ചയായിട്ടും സാമൂഹ്യ പാഠം പറയാൻ തോന്നും. ಎಲ್ಲ ವಾರ ಒಂದೊಂದು ಕಥೆ ಹೇಳೋ ತರ Praise the ಅನ್ಸುತ್ತೆ. Lord. ಹಲ್ಲೆಲೂಯ, ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ബൈബിള് വായിക്കാനുള്ള വലിയ ത്രണയിനകത്തുണ്ട്. ಬೈಬಲ್ ಓದಕ್ಕೆ ದೊಡ್ಡ ത്രണ എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം, ಆಸಕ್ತಿ ಇದೆ. Praise the Lord. ಆಮೆನ್, ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ, ആമേൻ. ಹಲ್ಲೆಲೂಯ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില സഹോദരിമാരൊക്കെ ബൈബിള് എഴുതാൻ തുടങ്ങി പൂർത്തി. ನಮ್ಮ ಸಹೋದರಿಯರು ಕೆಲವರು ಬೈಬಲ್ ಬರೆಯಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ್ದಾರೆ. അവർ പൂർത്തിയാക്കിയാൽ മാത്രം അവിടെ പേര് പറയാം. ಅವರು ಪೂರ್ತಿ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಅವರ ಹೆಸರು ಹೇಳ್ತಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ, ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. എനിക്ക് എന്റെ അറിവും പ്രകാരം 3 പേര്, എത്ര പേര് എഴുതാൻ തുടങ്ങി? ಎಷ್ಟು ജನ കൈയൊന്ന് കാണിക്കാവോ? കൈയൊന്ന് ഞാൻ പേര് പറയുന്നില്ല, കൈയൊന്ന് കാണിച്ചാൽ മതി. ಕೈಯನ್ನು ತೋರಿಸಿ. തീർക്കോ? 1, 2 സിസ്റ്റർ ബൈബിൾ എഴുതാൻ തുടങ്ങിയോ? പ്രൈസ് ലോർഡ്. ಆಮೆನ್, 3, ಆಮೆನ್,
ഞാൻ ഇനി തീരുമ്പോൾ ചോദിക്കും, വെറുതെ കൈ പൊക്കിയല്ല. ബൈബിൾ എഴുതി തീർക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടമാണ്. ಬೈಬಲ್ ಬರೆಯಕ್ಕೆ ഇത് മുഴുവൻ എഴുതി തീർക്കണം. ಇದು ಪೂರ್ತಿಯಾಗಿ ಬರೆದು ಫಿನಿಶ್ ಮಾಡಬೇಕು. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. വചന പഠനത്തിന് വലിയ മീനിങ് ഉണ്ട്. ವಾಕ್ಯ ಕಲಿಯೋದ್ರಲ್ಲಿ ತುಂಬಾ ದೊಡ್ಡ ಅರ್ಥವಿದೆ. സ്തോത്രം. Hallelujah. Praise the Lord. ഇത് വർഷങ്ങൾ എടുക്കണം ഇത് എഴുതി തീർക്കണം. ಇದು ಬರೆದು ಮುಗಿಸಬೇಕಂದ್ರೆ ವರ್ಷಗಳಾಗುತ್ತೆ. ഏതോ ഒരു കത്തോലിക്ക സ്ത്രീ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടീച്ചർ 3 മാസം കൊണ്ട് എഴുതി എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ കണ്ടു. 3 മാസം കൊണ്ട് എഴുതി തീർത്തു. 3 ತಿಂಗಳಲ್ಲಿ ಅವರು ಬೈಬಲ್ ಬರೆದು ಫಿನಿಶ್ ಮಾಡಿದ್ರಾಗಿ ನ್ಯೂಸ್ ദൈവത്തിന് സ്തോത്രം. Hallelujah. അപ്പോൾ എഴുതിയില്ലേലും കുഴപ്പമില്ലെന്ന് വായിച്ചു തീർത്താൽ മതി. ಬೈಬಲ್ ಬರ್ದಿಲ್ಲ ಅಂದ್ರೆ ತೊಂದರೆ ಇಲ್ಲ, ನೀವು ಇದನ್ನು ಓದಿ ಮುಗಿಸಬೇಕು. സ്തോത്രം. ഒരു പ്രാവശ്യം വായിച്ചു തീർക്കും. ಒಂದು ಸತಿ ಆದ್ರೂ ನೀವು ಓದಿ എന്താ എഴുതിയിരിക്കുന്നത്, ಅದರಲ್ಲಿ ಏನಾಗಿದೆ ಬರೆದಿರೋದು. ബൈബിൾ അറിയാവുന്നവർക്ക് ഇക്കാര്യം കൃത്യമായിട്ട് പിടികിട്ടും. ಈ ಬೈಬಲ್ ಗೊತ್ತಿರೋರಿಗೆ ಇದು ಚೆನ್ನಾಗಿ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ, ಸೂಚನೆಗಳನ್ನು ಕೇಳಿದಾಗ, നിങ്ങൾ എത്ര പേർ വീട്ടിൽ ബൈബിൾ വായിക്കുന്നുണ്ട്? ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ನೀವು ಬೈಬಲ್ ಅನ್ನು ಓದುತ್ತೀರಾ? സത്യം പറയുന്നവർ മാത്രം കൈ ഉയർത്തട്ടെ. ನಿಜ ಹೇಳೋರು ಮಾತ್ರ ಕೈಯನ್ನು. ഇവരെ ആരെയും കാണിക്കാൻ വേണ്ടി ആരും ഉയർത്തണ്ട. ഒന്ന് ശരിക്കും കൈಯನ್ನು ತಗೊಳ್ಬಾರ್ದು. ആണുങ്ങൾ എപ്പോഴും ഇത്രേ ഉയർത്തുള്ളൂ. അതിന്റെ കാര്യം രഹസ്യം എന്താ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ എടുക്കും മടക്കി വെക്കും എന്നുള്ള അർത്ഥത്തിലാണോ എന്നറിയത്തില്ല. സ്തോത്രം. 1 2 3 4 5 6 7 8 9 10 11. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കാത്തൊരു കൈ ഉയർത്താൻ പറയണോ? പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരൊന്ന് കൈ കാണിച്ച് ബൈബിൾ ഡെയിലി വായിക്കുന്നവരും മതി, ആഴ്ച ഒരിക്കൽ വായിക്കുന്നവരും. ഡെയിലി ഓതുവർ ಬೇಕು, ವಾರದಲ್ಲಿ ಒಂದು ಸತಿ ಅಲ್ಲ. സ്തോത്രം. പെണ്ണുങ്ങളെല്ലാം ഇച്ചിരി കള്ളത്തിനൊന്നും കൂടുതൽ പറയുന്നത് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരന്മാരോട് ചോദിച്ചാൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ കൈയൊന്നും എല്ലാ കൈയൊന്നും ചുമ്മാ പറയുന്ന എനിക്കറിയാം. ഇവരുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവര് പാട്ട് കേൾക്കുമായിരിക്കും ചിലപ്പോൾ. ಹಾಡು ಕೇಳ್ತಾರೆ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. പിന്നെ 2-3 പ്രാവശ്യം പെട്ടെന്ന് ആമേൻ റേഷൻ കാർഡ് കണ്ടില്ല, എന്നാ പിന്നെ ഒരു വാക്യം നോക്കിയേക്കാം എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. പ്രൈസ് തപ്പി ഒരു വാക്യം കാണാതെ പോയതിനെ കണ്ടുകിട്ടി. സന്തോഷമായി കൊടുക്കുവാക ಒಂದು ವಾಕ್ಯ ಓದುತ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ വായനക്കാരൊക്കെ ഉണ്ട്. ಹಾಗೆ ಓದುವರಿದ್ದಾರೆ. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഏപ്രിൽ 26-ാം തീയതി ബൈബിൾ ക്വിസ് കഴിയുമ്പോൾ സമ്മാനം ഇവിടെ കൊണ്ടുവരണം. ബൈബിൾ ക്വിസ് മുಗಿಯುವಾಗ ನೀವು ಫಸ್ಟ್ ರ್ಯಾಂಕ್ ತಗೊಂಡು ಬರಬೇಕು. ആമേൻ. അത് മാത്രമേ എനിക്കറിയാം. ಅದು ಮಾತ್ರ ನನಗೆ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ റീഡ് ചെയ്യുക. ನಾವು ಬೈಬಲ್ ಅನ್ನು ಓದಬೇಕು. ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കുക. ബൈബിൾ ಮುಂದೆ ಕೂತ್ಕೊಳ್ಳಬೇಕು. പഠിക്കുക. ಅದು ಕಲಿಬೇಕು. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 സുവിശേഷം പഠിക്കണം. 4 ಸುವಾರ್ತೆಗಳು ನಾವು ಕಲಿಬೇಕು. ലേഖനങ്ങൾ പഠിക്കണം. ലേಖನಗಳು ಕಲಿಬೇಕು. വെളിപ്പാട് പുസ്തകം പഠിക്കണം. പ്രകടന പുസ്തകം. ദാനിയേൽ പ്രവചനം പഠിക്കണം. ദാനിയേൽ പ്രവാചി കലിಬೇಕು. കർത്താവിന്റെ വരവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കർത്തന ബരവಣಿಕೆ ಕುರಿತು ನಿಮಗೆ സരിಯಾಗಿ ദൂതന്മാർ പറഞ്ഞ കാര്യം, ദൂതരെ ಹೇಳಿದ യേശു പറഞ്ഞ കാര്യം, യേശു ಹೇಳಿದ ವಿಷಯ, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യം, പ്രവാചകന്മാർ പ്രവചിച്ച കാര്യം, യേശുവിന്റെ വരവ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം, ഈ ലോകത്തിൽ ನಡೆಯುವ ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഇന്ന ലോക ನೋಡಕ್ಕೆ എഴുതിയിരിക്കുന്ന പുസ്തകം ഇത് മാത്രമാണ്. ಅದು ಬರೆಯಲ್ಪಟ್ಟಿರುವ ಪುಸ್ತಕ ಈ ಒಂದು ಪುಸ್ತಕ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ಇದರಲ್ಲಿ ನಾವು എപ്പോൾ നമ്മുടെ കർത്താവ് വരും, ಯಾವಾಗ ನಮ್ಮ ಕರ್ತನು എപ്പോൾ ಬರುತ್ತಾನೆ, സഭയെടുക്കപ്പെടും, ಯಾವಾಗ ಸಭೆ ಎತ್ತಲ್ಪಡುತ್ತದೆ, ഞാനുമായി കൂടെ കാണുമോ, ನಾನು ಅದರ ಜೊತೆ അതോ ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ, ನಾನು ನಷ್ಟವಾಗಿ ಹೋಗುತ್ತೇನೆ, അയ്യോ ഞാൻ കൈവിടപ്പെട്ടു പോയോ, ನಾನು കೈ ಬಿಡಲ್ಪಟ್ಟು എന്റെ ഗതി എന്തായിത്തീരും, ನನ್ನ ಗತಿ ಏನಾಗುತ್ತದೆ എന്നുള്ള ചിന്തയാൽ ಎಂಬುದಾಗಿರುವ ഈ ദിവസങ്ങളിൽ നമ്മൾ ಚಿಂತೆಯಿಂದ വളരെ കരയേണ്ടത് ಈ ആവശ്യമായിട്ടുണ്ട്. ದಿನಗಳಲ್ಲಿ ನಾವು ಬಹಳ ಅಳಿಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Hallelujah. കർത്താവ് സ്നാനപ്പെടാനുള്ളവരെല്ലാം വേഗത്തിൽ സ്നാനപ്പെട്ടു. ದೀಕ್ಷಾ ಸ್ನಾನ ತಗೊಳ್ಬೇಕಾಗಿರೋರೆಲ್ಲ ಬೇಗನೆ ತಗೊಳ್ಬೇಕು. വലിയ മതപണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ಬೈಬಲ್ ಪಂಡಿತರು ಹೇಳ್ತಾ ಇರೋದು ഇതാണ് ആ സമയം. ಇದಾಗಿದೆ. ഇപ്പോൾ പറയുകയാണ്, ಈಗ ಹೇಳ್ತಿದ್ದಾರೆ, എപ്പോൾ വേണമെങ്കിലും വരാം, ಯಾವಾಗ ಬೇಕಾದ್ರೂ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ಯಾವಾಗ ಬೇಕಾದ್ರೂ ನಡೆಯುತ್ತದೆ. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇതിനെ വളരെ ഒബ്സർവ് ചെയ്യുന്ന സ്കോളേഴ്സ് ഉണ്ട്. ಇದನ್ನು ಬಹಳವಾಗಿ ഇതിനു ನೋಡಿ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ಇದಕ್ಕೆಗೋಸ್ಕರ അവർ ಜೀವನ പറയുകയാണ്, ಅವರು ಹೇಳ್ತಿದ್ದಾರೆ, വേഗം ഒരുങ്ങിക്കോ, ಬೇಗನೆ എപ്പോൾ വേണമെങ്കിലും ಯಾವಾಗ ಬೇಕಾದ್ರೂ നമ്മുടെ ಬರ್ತಾರೆ. കർത്താവ് വരാം. ನಮ್ಮ ಕರ್ತನು ಬರುತ್ತಾರೆ. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ രണ്ടാമത്തെ അടയാളം, ಎರಡನೇ ಸೂಚನೆಯು ഇത് എപ്പോൾ സംഭവിക്കുമെന്ന്, നിന്റെ വരവ് എപ്പോഴായിരിക്കും. ನಿನ್ನ ಪ್ರತ್ಯಕ್ಷತೆ ಯಾವಾಗವಾಗಿರುತ್ತೆ. കർത്താവ് പറഞ്ഞു, ಆವಾಗ ಕರ್ತನು ಹೇಳಿದರು, ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. ಸುಮಾರು ವಿಷಯಗಳು ಹೇಳಿಕೊಟ್ರು. സ്തോത്രം. Hallelujah. ആമേൻ. ഈ മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവാർത്ത 24-ാം അധ്യായത്തിൽ 24-ನೇ വായിക്കാൻ ಅಧ್ಯಾಯದಲ್ಲಿ സമയമില്ലല്ലോ, ಓದಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ. സ്തോത്രം. Hallelujah. ആമേൻ. ഞാനങ്ങ് പറയാണ്, ನಾನು ಬೇಗನೆ ಹೇಳ್ತೇನೆ. ആദ്യമായിട്ട് കർത്താവ് പറയുന്നത്, ಮೊದಲನೇದಾಗಿ ಕರ್ತನು ಹೇಳ್ತಾ എന്റെ ಇರೋದು, പേര് എടുത്തുകൊണ്ട് ನನ್ನ ಹೆಸರನ್ನು ಉಪಯೋಗಿಸಿ അനേകർ വരും. ಸುಮಾರು ಜನ ಬರ್ತಾರೆ. സ്തോത്രം. സ്തോത്രം. Hallelujah. യേശുവാന്ന് പറഞ്ഞുകൊണ്ട്, ನಾನು ಯೇಸು ಆಗಿದೆ ಎಂಬುದಾಗಿ യേശുവാന്ന് പറയാതെയൊക്കെ
ನಾನು ಕ್ರಿಸ್ತನೆಂಬುದಾಗಿ ചുമ്മാ ಹೇಳಿದೆ. യേശുവിന്റെ പേരും എടുത്തോണ്ട് അങ്ങ് വരും. ಸುಮ್ಮನೆ ಯೇಸುವಿನ ಹೆಸರನ್ನು ಉಪಯೋಗಿಸಿ ಬರ್ತಾರೆ ಜನರು. എവിടെ നോക്കിയാലും ಎಲ್ಲಿ ನೋಡಿದ್ರೇನು ഒരു വാഗും ಒಂದು ಬ್ಯಾಗು, ഒരു ബൈബിളും. ಒಂದು ಬೈಬಲು. ആമേൻ. ഉപദേശം എന്താണെന്ന് അറിയത്തില്ല. ಉಪದೇಶ ಎಂಬುದಾಗಿ ಏನು ಗೊತ್ತಿಲ್ಲ. ഡോക്ട്രിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ಡಾಕ್ಟ್ರಿನ್ ಬಹಳ ಮುಖ್ಯವಾಗಿದೆ. ദൈവത്തിന്റെ വചനം എന്താണെന്ന് അറിയത്തില്ല. ದೇವರ ವಾಕ್ಯ ಏನಂತ ಗೊತ್ತಿಲ್ಲ. പിന്നെ വേലക്കാരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി തുടങ്ങാം. ಸೇವಕರು ಎಂಬುದಾಗಿ ಹೋಗಿ ಪ್ರಾರಂಭ സുവിശേഷം ಮಾಡ್ತಾರೆ. പറയാം, ಸುವಾರ್ತೆ ಸಾರಬಹುದು, പക്ഷെ സഭ തുടങ്ങാൻ പറ്റത്തില്ല. ಅದ ಸಭೆ ಪ್ರಾರಂಭ ಮಾಡಕ್ಕಾಗಲ್ಲ. ആമേൻ. ഏതെങ്കിലും ഒരു വ്യക്തി ಯಾವ್ದಾದ್ರು ಒಂದು ವ್ಯಕ್ತಿ ബൈബിൾ അറിയാതെ ಬೈಬಲ್ ഒരു ಗೊತ್ತಿಲ್ಲ സഭ തുടങ്ങിയാൽ ಸಭೆ ಪ್ರಾರಂಭ അത് ಮಾಡಿದ್ರೆ ദുരുദ്ദേശമായിരിക്കും. ಅದು ದುರುಪದೇಶವಾಗಿರುತ್ತೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ, ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. സഭ ചുമ്മാ കളിയല്ല. ಸಭೆ ಸುಮ್ಮನೆ ಆಟವಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ, Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ನಾನು ಅದಕ್ಕೆ ಬರ್ತಾ ಇಲ್ಲ. അനേകർ എന്റെ പേരെടുത്തോണ്ട് അങ്ങ് ഇറങ്ങും. ಹಲವಾರು ಜನ ನನ್ನ ಹೆಸರನ್ನು ಉಪಯೋಗಿಸಿ ಬರುತ್ತಾರೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. എല്ലായിടത്തും ഉണ്ട്. ಎಲ್ಲಾ ಕಡೆನಿದ್ದಾರೆ. എങ്ങോട്ട് നോക്കിയാലും ಎಲ್ಲಿ ನೋಡಿದ್ರೇನು സ്തോത്രം അങ്ങ് പോയേക്കാണ്. ಹಂಗೆ ಹೋಗ್ಬಿಡ್ತಾರೆ. ഒരാത്മാവിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ಒಂದು ಆತ್ಮನ ಕೂಡ പിന്നെ എവിടെയാ വേല നടക്കുന്നത്? ಮತ್ತೆ ಎಲ್ಲಿ ಸೇವೆ ನಡೆಯುತ್ತೆ? എവിടെയാലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയ്ക്ക് വേല. ಎಲ್ಲಾದ್ರೂ ರಕ್ಷಣೆ ಹೊಂದಿದ ഏതെങ്കിലും സഭയുടെ ഇടയ്ക്ക് വേല. ಯಾವ್ದಾದ್ರು ಸಭೆಯ ಮಧ್ಯದಲ್ಲಿ എവിടെയാലും കൂട്ടം കൂടുന്നതിന് ഇടയ്ക്ക് വേല. ಎಲ್ಲಾದ್ರೂ ಗುಂಪು അത് ಸೇವೆ ಮಧ್ಯದಲ್ಲಿ വേലയല്ല. ಅದು ಸೇವೆ ಅಲ್ಲ, അത് വേലവെപ്പാണ്. സ്തോത്രം. അത് നീ പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ಆಮೆನ್, പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. അപ്പോൾ അവിടെ പറയാണ്, ಅಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, ആമേൻ, അനേകർ എന്റെ നാമം എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും. ಅನೇಕರು ನನ್ನ ಹೆಸರನ್ನು ಎತ್ತಿಕೊಂಡು ಬರುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. അടുത്തത് എന്ത് പറഞ്ഞിരിക്കുന്നത്? ನೆಕ್ಸ್ಟ್ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ? നിങ്ങൾ യുദ്ധങ്ങളെയും ನೀವು ಯುದ್ಧವನ್ನು, യുദ്ധസ്തുതികളെ കുറിച്ചും കേൾക്കും. ಯುದ್ಧ ಸ್ತುತಿಗಳನ್ನು ಕೂಡ ಕೇಳುತ್ತೀರಾ? സ്തോത്രം. ആಮೆൻ, കേൾക്കുന്നുണ്ടോ? ಆಮೆನ್. യുദ്ധങ്ങളെ യുദ്ധസ്തുതികളെ കേൾക്കുന്നുണ്ടോ? യുദ്ധಗಳು ಮತ್ತೆ ഈ ಸ್ತುತಿಗಳು ലോകമുണ്ടായ കാലം മുതൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ യുദ്ധസ്തുതികൾ കേൾക്കുന്ന സമയം ഇതാണ്. ಈ ಲೋಕ ಉಂಟಾಗೋದಕ್ಕಿಂತ ಇವತ್ತುವರೆಗೂ ആൾക്കാര് ಹೆಚ್ಚಾಗಿರೋ പറയുന്നത് ಯುದ್ಧ ನಡೆಯೋದು ಇವಾಗ ಆಗಿದೆ. ഇപ്പോൾ മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന പറയുന്നത്. ಈಗ ಮೂರನೇ ಲೋಕ ಮಹಾಯುದ್ಧ ನಡೆಯುತ್ತೆ ಎಂಬುದಾಗಿ ಜನರು ಹೇಳ್ತಾ ಇರೋದು. ಯುദ്ധങ്ങളെ കുറിച്ചും കേൾക്കും, ಯುದ್ಧಗಳ ಕುರಿತು ಕೇಳ್ತೇವೆ, യുദ്ധസ്തുതികളെ കുറിച്ചും കേൾക്കും. ಸುದ್ದಿಗಳ ಕುರಿತು ലോകത്തിൽ ಕೇಳ್ತೇವೆ. എവിടെയാ യുദ്ധം ഇല്ലാത്തത് നിങ്ങൾ പറയാവോ? ಲೋಕದಲ್ಲಿ ಎಲ್ಲಿ ಯುದ್ಧವಿಲ್ಲದೆ ಇದೆ ಎಂಬುದಾಗಿ ಹೇಳ್ತೀರಾ? സ്തോത്രം. ಆಮೆನ್. എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. ಎಲ್ಲ ರಾಜ್ಯದಲ್ಲೂ ಯುದ್ಧಗಳು ನಡೀತಾ ಇದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇതിന്റെ അർത്ഥം ಇದರ ಅರ್ಥವು കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ಕರ್ತನ ಬರವಣಿಗೆ ತುಂಬಾ അടുത്ത ಹತ್ತಿರ. അടയാളം കർത്താവ് പറഞ്ഞത്, ನೆಕ್ಸ್ಟ್ ಸೂಚನೆ ಕರ್ತನ ಹೇಳಿದ್ದು, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ಕ್ಷಾಮವು ಭೂಕಂಪವುಗಳು ഹോട്ടലിൽ ಉಂಟಾಗುತ್ತದೆ. ചെന്ന ഒരു ചായ പോലും കിട്ടാനില്ല. ಹೋಟೆಲ್ ಹೋಗಿದ್ರೆ ಒಂದು ಟೀ ಕುಡಿಯಕ್ಕೂ ಕೂಡ ಇಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. എല്ലാ രാജ്യങ്ങളും പെട്രോളിന് വില കൂടി. ಎಲ್ಲಾ ರಾಜ್ಯದಲ್ಲೂ ಪೆಟ್ರೋಲ್ ಬೆಲೆ ಜಾಸ್ತಿ ಆಗಿದೆ. ആമേൻ. ആമേൻ. ആഹാരത്തിന് ക്ഷാമമായി തുടങ്ങി. ಆಹಾರಕ್ಕೆ ಕ್ಷಾಮವಾಗಿದೆ. നമുക്കൊക്കെ അല്പം ആഹാരം ദൈവം തരുന്ന ഓർത്ത് സ്തോത്രം. ನಮಗೆಲ್ಲ ಸ್ವಲ್ಪ ಆಹಾರ ದೇವರು ಕೊಡೋದ್ರಿಂದ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. മറ്റുള്ളവർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് തരാതിരുന്നാലും സ്തോത്രം. ಬೇರೆಯವರು തിന്നದೇ ഇರುವಾಗ ನಮಗೂ അവരുടെ കൂടെ പട്ടിണി കിടക്കാൻ നമുക്കും പറ്റിയാൽ അതും നല്ലതാ. ಅವರ ಜೊತೆ ನಾವು ಊಟ ಮಾಡಿದ್ರೆ ಅದು സ്തോത്രം. ಒಳ್ಳೆಯದು. കർത്താവ് കരുതിയാൽ അതും നല്ലത്. ಕರ್ತನು ಒದಗಿಸಿದ್ರೆ ಅದು ಒಳ್ಳೆಯದು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 അപ്പോൾ ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ಬರಗಾಲಗಳು ಉಂಟಾಗ್ತಾ ಇದೆ. അടുത്തത് യൂക്കായുടെ സുവിശേഷം പഠിക്കാനുള്ള മാറാവ്യാധികൾ. ಲೂಕನ ಸುವಾರ್ತೆ ಕಲಿಯುವಾಗ ഈ ಕಾಯಿಲೆಗಳು ಬರುತ್ತೆ. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ಈ ಕೊನೆ ಕಾಲದೊಂದು ಲಕ್ಷಣವಾಗಿದೆ. എല്ലായിടത്തും രോഗമാണ്. ಎಲ್ಲಾ ಕಡೆಯೂ ಕಾಯಿಲೆ ಆಗಿದೆ. സ്തോത്രം. ಆಮೆನ್. ഞാൻ എന്റെ വിചാരത്തില് ನನ್ನ ವಿಚಾರದಲ್ಲಿ നമ്മുടെ സഭയെ കൂടി ನಮ್ಮ ಸಭೆಯನ್ನು ಸೇರಿಸಿ ഇതുവരെയും കാണാത്തവണ്ണം ആൾക്കാരങ്ങ് രോഗത്തിലേക്ക്, ಇದುವರೆಗೂ ನೋಡದ ರೀತಿಯಲ್ಲಿ ಜನರು ರೋಗದಲ್ಲಿ ಬೀಳ್ತಾರೆ. നമ്മളങ്ങ് ഇട്ടുവിധിക്ക സഭ. ನಾವು ಸಭೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದೀವಿ, കോട്ട കെട്ടുക. ಮಧ್ಯದಲ್ಲಿ നിന്ന് ಕೋಟೆ ಕಟ್ಟುತ್ತಾ എങ്കിലും ಇದ್ದೀವಿ. സാത്താൻ അങ്ങ് നുഴഞ്ഞു കയറി. ಆದ್ರಿಂದ ಸಾತಾನನು ഇനി ನುಗ್ಗಿ നമ്മൾ ಬರ್ತಿದ್ದಾನೆ. പ്രാർത്ഥിക്കണം. ಇನ್ನು ನಾವು ಪ್ರಾರ್ಥನೆ Praise the ಮಾಡಬೇಕು. Lord. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് പറയുന്നു മാറാവ്യാധികൾ ഉണ്ടാകും. ಲೂಕನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಕಾಯಿಲೆಗಳು ಉಂಟಾಗುತ್ತೆ ಎಂಬುದಾಗಿ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മത്തായി പറയുകയാണ്, ಮತ್ತಾಯನು ಹೇಳ್ತಿದ್ದಾನೆ, ആമേൻ, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഉണ്ടാകും. ಬರಗಾಲಗಳು, ಭೂಕಂಪಗಳು, ಕ್ಷಾಮವು ಉಂಟಾಗುತ್ತೆ ಎಂಬುದಾಗಿ. ആമേൻ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ഇതെല്ലാം ಇದೆಲ್ಲವೂ ഈ അടയാളങ്ങളായിട്ട് യേശു പറഞ്ഞത് ಸೂಚನೆಯಾಗಿ ಯೇಸು ಹೇಳಿದ್ದು വല്ലപ്പോഴും നടക്കുന്നതായിട്ടല്ല. ಯಾವಾಗ ನಡೆಯೋದಲ್ಲ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ലോകം കാണുന്ന ഒരു സമയമാണ്. ಇದೆಲ್ಲ ಒಟ್ಟಿಗೆ ಲೋಕ ನೋಡುವ ಒಂದು ಸಮಯವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. എല്ലാ കാര്യം കൂടി ഒരുമിച്ച് കാണുക. ಎಲ್ಲಾ ವಿಷಯಕ್ಕೂ ಒಟ್ಟಾಗಿ ಬರ್ತಿದೆ. അതിന്റെ അർത്ഥം എന്തുവാ? ಅದರ ಸೂಚನೆ ಏನು?
കർത്താവിന്റെ ಕರ್ತನ വരവ് ഏറ്റവും അടുത്തു. ಕರ್ತನ ಬರವಣಿಗೆ ತುಂಬಾ ಹತ್ತಿರವಾಗಿದೆ. സ്തോത്രം. ಹಾಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲൂയ. സ്തോത്രം. ಆಮೆನ್. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ನಂತರ ಕರ್ತನು രാജ്യത്തിന്റെ ഈ സുവിശേഷം, ಈ ರಾಜ್ಯದ ಈ ಸುವಾರ್ತೆಯು, ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് പറയുന്നുണ്ട്. ರಾಜ್ಯದ ಸುವಾರ್ತೆ ಎರಡು ವಿಧವಾಗಿ ಹೇಳ್ತಾರೆ. ಒಂದನೇದಾಗಿ ആമേ ഗോസ്പൽ ഓഫ് സാൽവേഷൻ ഉണ്ട്, ರಕ್ಷಣೆಯ ಸುವಾರ್ತೆ ಇದೆ. സ്തോത്രം. ಹಾಲೆಲೂಯ. ಇನ್ನೊಂದು ഗോസ്പൽ ഓഫ് കിങ്ഡം ഉണ്ട്, ರಾಜ್ಯದ ಸುವಾರ್ತೆ ಕೂಡ ಇದೆ. സ്തോത്രം. ಹಾಲೆಲೂಯ. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ರಾಜ್ಯದ ಸುವಾರ್ತೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ മുഖ്യമായിട്ട് യഹൂദന്മാരോടുള്ളതാണ്. ಮುಖ್ಯವಾಗಿ ಯಹೂದರ ಜನರ ಹತ್ರ ಹೇಳ್ತಾರೆ. നമ്മളോട് ഇല്ലെന്നല്ല, ನಮ್ಮ ಹತ್ರ ಇಲ್ಲ ಎಂಬುದಾಗಿಲ್ಲ, നമ്മളോട് ഉണ്ട്. ನಮ್ಮ ಹತ್ರನೂ ಇದೆ. പക്ഷെ നമ്മളോട് ഇപ്പം പ്രസംഗിക്കുന്നത് ನಮ್ಮ ಹತ್ರ ಇವಾಗ ಪ್ರಸಂಗ സാൽവേഷന്റെ മെസ്സേജ് ആണ്. ಸುವಾರ್ತೆಯ ಆಗಿದೆ ಪ್ರಸಂಗ ಮಾಡ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇರೋದು. എന്നാൽ ഇതിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ಇದರ ಕೊನೆಗೆ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങും. ದೇವರ ರಾಜ್ಯ ಸಮೀಪವಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ആമേൻ. അന്ത്യകാലം എന്ന് പറയാൻ തുടങ്ങും. ಅಂತ್ಯಕಾಲ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങും. ರಾಜ್ಯ ಸ್ಥಾಪನೆಗೊಳ್ಳುತ್ತಾರೆ. കർത്താവ് പറയുകയാണ്, ഈ ಈ രാജ്യത്തിന്റെ സുവിശേഷം ಈ ರಾಜ್ಯದ ಸುವಾರ್ತೆ സകല ജാതികളും കേൾക്കുമ്പോൾ ಎಲ್ಲಾ ಜನಾಂಗಗಳು ಕೇಳುವಾಗ അവസാനം വരും. ಕೊನೆಯು ಬಂದಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆ ಪುಸ್ತಕ ഇങ്ങനെയാണ് പറയുന്നത്. ಹೀಗೆ ಹೇಳ್ತಿದೆ, ഇത് കഴിയുമ്പോൾ അവസാനം വരും എന്ന പദം, ಇದು ಮುಗಿಯುವಾಗ ಕೊನೆ ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ಇಲ್ಲಿ ಹತ್ತಿ ಬನ್ನಿ ಎಂಬುದಾಗಿ ಶಬ್ದ ನಾವು ಕೇಳುತ್ತೇವೆ. എപ്പോഴാ? ಯಾವಾಗ? പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. എപ്പോഴാ അത് കേൾക്കുന്നേ? ಯಾವಾಗ ಅದು ಕೇಳುವುದು? സഭായുഗത്തിന്റെ അറ്റത്ത്. ಸಭಾಯುಗದ എത്ര സഭയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്? ಎಷ್ಟು ಸಭೆಗಳ ಕುರಿತು ಅಲ್ಲಿ ಬರೆದಿದ್ದಾರೆ? 7 ಸಭೆಗಳು. ಎಫೆಸೋಸ್, ಸ್ಮರ್ನ, പെർഗമോസ്, തിയത്തുരെ, ആമേൻ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ 7 സഭയുടെ അറ്റത്ത്, ഈ 7 സഭೆಯ ಕೊನೆಯಲ್ಲಿ, ആമേൻ, എൻഡിൽ, ಕೊನೆಯಲ್ಲಿ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടു. ಇಲ್ಲಿ ಹತ್ತಿ ಬನ್ನಿ ಎಂಬುದಾಗಿರೋ ಶಬ್ದ ಕೇಳುತ್ತೆ. ഇപ്പോഴത്തെ സഭയുടെ പേരെന്താണെന്നറിയാമോ? ಇವಾಗಿರೋ ಸಭೆಯ ಹೆಸರೇನಂತ ಗೊತ್ತಾ? ലവോദിക്ക സഭ. ಲವೋದಿಕ ಸಭೆ ಆಗಿದೆ. ലവോദിക്ക എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ಲವೋದಿಕ പദದ ಅರ್ಥ ಏನಂತ ಗೊತ್ತಾ? ഉയർച്ച. എന്താണ് ലവോദിക്ക എന്ന പേരിന്റെ അർത്ഥം എന്തുവാ? ലവോദിക്ക ಹೆಸರೇನರ್ಥ? ഉയർച്ച. എന്ത് ഉയർച്ചയാ? ಏನು? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ മരിച്ചവനാണ്, നീ സത്തവനാಗಿದ್ದೀಯಾ. പ്രൈസ്. നീ നഗ്നനാണ്, നീ നഗ്നനാಗಿದ್ದೀಯಾ. പ്രൈസ് ദി ലോർഡ്. നീ കുരുടനാണ്, നീ കുരുടനാಗಿದ್ದೀಯಾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെന്തുവാ? മತ್ತೇನಾಗಿದೆ? നീ ശീതവാനും അല്ല ഉഷ്ണവാനുമല്ല. ನೀನು ಬಿಸಿಯಾಗಿಲ್ಲ, ತಣ್ಣಗಿಲ್ಲ. ശ്രദ്ധിക്കുക, ഗമനവേടി. കർത്താവിന്റെ വരവിന് മുമ്പ് കർത്തന ബരവണിക്ക് സഭയ്ക്കകത്ത് സംഭവിക്കുന്ന മേജർ വിഷയം, സഭയിൽ ನಡೆಯುವ ಮುಖ್ಯವಾದ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ തണ്ണുകൂ ഇರೋದಿಲ್ಲ, ಬಿಸಿಯಾಗಿಯೂ ಇರೋದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ഭയങ്കര ചൂടായിരിക്കും. ಭಾನುವಾರ ತುಂಬಾ ಬೆಚ್ಚಗೆ ಆಗಿರುತ್ತೆ. തിങ്കൾ ടു ശനിയാഴ്ച, ಮಂಡೇ ಟು ಫ್ರೈಡೆ, ഐസ് കട്ടയായിരിക്കും. തണ്ണുകിರುತ್ತಾರೆ. പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, വചനധ്യാനമില്ല, വാക്യധ്യാനമില്ല, ജീവിതമില്ല. ലോകത്തിൽ അങ്ങനെ അങ്ങ് ഓടിയിട്ട് ಲೋಕದಲ್ಲಿ ಹಾಗೆ ഞായറാഴ്ച ചൂടാക്കാനായിട്ട് വരും. ಭಾನುವಾರ ಬಿಸಿ ಮಾಡಕ್ಕೆ ಬರುತ್ತೆ. നീ ശീതവാനുമല്ല, ನೀನು ಬೆಚ್ಚಗೂ ಇಲ್ಲ, ഉഷ്ണവാനുമല്ല. എല്ലാ വിഷയത്തിലും, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് അന്ത്യകാല സഭയുടെ ലക്ഷണമാണ്. ഇത് അന്ത്യകാല സഭയുടെ ജനം ഞായറാഴ്ച മാത്രം ദൈവത്തെ തേടുന്നത് ಜನರು ಭಾನುವಾರ യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ ബരവണിക്ക് ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഉപവാസമില്ലാത്തത് ഉപവാസമില്ലാത്തത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ ബരവണിക്ക് ലക്ഷണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വരാത്തത് പ്രാർത്ഥനയ്ക്ക് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ ബരവണിക്ക് സഭ ലക്ഷണമാണ്. തണുത്തു പോയത് സഭയെ തണ്ണുകാകിയത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ ബരവണിക്ക് സുവിശേഷം പറയാൻ കഴിയാത്തത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ ബരവണിക്ക് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ಬೆಚ್ಚಗೂ തണ്ണുകൂ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും കാണുന്നില്ലേലും യേശു കാണുന്നുണ്ട്. ಯಾರು ನೋಡ್ತಾ ಇಲ್ಲ ಅಂದ್ರೂ ಯೇಸು ನಿಮ್ಮನ್ನು ನೋಡ್ತಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും കണ്ടില്ലേലും ಯಾರು ನೋಡಿಲ್ಲ ಅಂದ್ರೇನು വേഗം വരുന്നവൻ കാണുന്നുണ്ട്. ಬೇಗನೆ ಬರುವವನು ನೋಡುತ್ತಿದ್ದಾನೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 അപ്പോൾ സഭായുഗത്തിന്റെ അന്ത്യത്തിൽ, സഭായുഗದ ಕೊನೆಯಲ್ಲಿ, ആമേൻ, ഇവിടെ കയറി വരുവിൻ എന്നൊരു ശബ്ദം കേട്ടു. ಇಲ್ಲಿ ಹತ್ತಿ ಬನ್ನಿ ಎಂಬುದಾಗಿರೋ ಶಬ್ದ. അതിന്റെ അർത്ഥം, ಅದರ ಅರ್ಥವು ഈ കാലങ്ങൾ തീരുന്നതോടുകൂടെ, ಈ ಕಾಲಗಳು ಮುಗಿಯೋದೊಳಗಡೆ, ആമേൻ,
തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന പ്രകാരം ತೆಸಲೋನಿಕ ಲೇಖನದಲ್ಲಿ ಓದುವ ಪ್ರಕಾರ ദൈവത്തിന്റെ കാഹളങ്ങൾ മുഴങ്ങപ്പെടും. ದೇವರ ತುತ್ತೂರಿ ಶಬ್ದ ദൈവശബ്ദം കേൾക്കും. ದೇವರ ಶಬ್ದ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ಕ್ರಿಸ್ತನಲ್ಲಿ ಸತ್ತವರು ಎದ್ದು ജീവനോടെ ശേഷിക്കുന്നവരായ നാം ಜೀವಂತರಾಗಿರೋ ನಾವು കർത്താവിനെ എതിരേൽക്കാൻ ಕರ್ತನನ್ನು ಭೇಟಿ മേഘങ്ങളിൽ എടുക്കപ്പെടും. ಮೇಘಗಳಲ್ಲಿ അവിടെ എഴുതിയിട്ടുണ്ട്, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും ಕರ್ತನು ತಾನು പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ತುತ್ತೂರಿ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ದೇವರ ಕಾಹಳ ಧ್ವನಿಯಿಂದ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ಸ್ವರ್ಗದಿಂದ ಇಳಿದು ಬರುತ್ತಾರೆ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മള് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ನಾವು ಈ ಪ್ರಸಂಗವನ್ನು ಕೇಳುವಾಗ ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ, യേശുവിന്റെ ജനനത്തിന്റെ ಯೇಸುವಿನ ಜನನದ ഇരട്ടി ടൈം 2ರಷ್ಟು ಸಮಯ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ಕರ್ತನ 2ನೇ ಬರುವಿಕೆ ಕುರಿತು ಬರೆದಿದೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2ನೇ ಬರವಣಿಗೆ ಕುರಿತು 2ರಷ್ಟು ಸತಿ ಇದರಲ್ಲಿ ಬೈಬಲ್ ಬರೆಯಲ್ಪಟ್ಟಿದೆ. നമ്മൾ ഈ വചനത്തെ കേട്ടിട്ട് ಈ ವಾಕ್ಯವನ್ನು ಕೇಳಿ നമ്മൾ സമർപ്പിക്കണം. ನಾವು ಸಮರ್ಪಿಸಬೇಕು, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ದೇವರ ಕೈಗಳಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡಬೇಕು. കർത്താവിന്റെ വരവിന് വേണ്ടി, ಕರ್ತನ നമ്മൾ ಬರವಣಿಗೆಗೋಸ್ಕರ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ನಾವು ಯಾರು ನಷ್ಟವಾಗದೆ. സ്തോത്രം. ഹല്ലേലൂയ. തെസ്സലോനിക്കനകത്ത് ഒരു പദം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ತೆಸಲೋನಿಕ ಲೇಖನದಲ್ಲಿ ಒಂದು ಪದವಿದೆ. കർത്താവിന്റെ വരവിന് ಕರ್ತನ ಬರವಣಿಗೆಗೆ മുന്നോടിയായി ಮುಂಚಿತವಾಗಿ തടുക്കുന്നവൻ മാറി നിൽക്കണം വഴിയിൽ നിന്ന് എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് മാറിപ്പോ, ಪರಿಶುದ್ಧಾತ್ಮನು ನೀಗಿ ಹೋಗುತ್ತಾನೆ. സ്തോത്രം. അതോടുകൂടി അന്ത്യക്രിസ്തു വെളിപ്പെടും. ಅದರ ಮೂಲಕ ആ ഗ്യാപ്പിൽ ബൈബിൾ പറയുന്നു, ಬೈಬಲ್ ಹೇಳ್ತಾ ಇದೆ, കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്, ಕಣ್ಣು ಮುಚ್ಚಿ ತೆರೆಯುವಷ್ಟರಲ್ಲಿ പ്രൈസ് ദി ലോർഡ്, നമ്മൾ രൂപാന്തരപ്പെടും എന്നാണ് ബൈബിൾ പറഞ്ഞത്. ನಾವು ರೂಪಾಂತರಗೊಳ್ಳುತ್ತೇವೆ ಎಂಬುದಾಗಿ ಬೈಬಲ್ ಹೇಳ್ತಾ ಇದೆ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1 ಕೊರಿಂಥ ಲೇಖನ 5ನೇ ಅಧ್ಯಾಯ 53-ാം വാക്യമാണ്. ഒന്ന് വായിച്ചേ. 53ನೇ ವಾಕ್ಯವು. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ അതും കൂടെ വായിച്ചങ്ങ് നിർത്താം. അത് കഴിഞ്ഞ് ദൈവം സഹായിച്ചാൽ അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കാതെ. 1 ಕೊರಿಂಥ ಲೇಖನ 1 കൊരിന്ത്യർ ലേഖനം എത്രാമത്തെ വാക്യമാണ്? 52. 52ನೇ ವಾಕ್ಯ. കണ്ടെത്തി വായിച്ചേ. കാഹളം വായിച്ചോ. അത് ഫുള്ളായിട്ട് വായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. കണ്ടെത്തി ക്ലിയർ ആയിട്ട് ഉറക്കെ വായിച്ചേ. ആദരെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തമിഴ് വായിച്ചോ. അത് യെസ്. ഇംഗ്ലീഷ് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്യം ഒന്ന് ഇവിടെ വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് വാക്യമായതുകൊണ്ട്. അതിൻ്റെ 52 അല്ലേ? ಅದರ 52ನೇ ವಾಕ್ಯ. ഒരു മർമ്മം ഞാൻ പറയാം. ಒಂದು ಗುಟ್ಟನ್ನು ನಾನು ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತೇನೆ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, ನಾವೆಲ್ಲರೂ ನಿದ್ರೆಗೊಳ್ಳುವುದಿಲ್ಲ. എന്നാൽ ಆದರೆ അന്ത്യകാഹളത്തിങ്കൽ ಕಡೆ ತುತ್ತೂರಿಯ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ ಕ್ಷಣ ರೆಪ್ಪೆ ಬಡಿಯುವ നാം എല്ലാവരും ನಾವೆಲ್ಲರೂ രൂപാന്തരപ്പെടും. ಮಾರ್ಪಡುವೆವು. കാഹളം ധ്വനിക്കും, ತುತ್ತೂರಿ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ಸತ್ತವರು ಎಬ್ಬಲಿಸಲ್ಪಟ್ಟಿ നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ನಾವು ಮಾರ್ಪಡೆವು. അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു. ಅಲ್ಲಿರೋ ಪದವನ್ನು ಗಮನವಿಡಿ. ഒന്ന്, നാം എല്ലാവരും മരിക്കുകയില്ല. ನಾವೆಲ್ಲರೂ ಸಾಯೋದಿಲ್ಲ. സ്തോത്രം. നാമെല്ലാവരും മരിക്കുകയില്ല, ಸಾಯೋದಿಲ್ಲ. രണ്ടാമത്തത്, ಎರಡನೇದಾಗಿ കാഹളം ധ്വനിക്കുമ്പോൾ ತುತ್ತೂರಿ ಶಬ್ದ ಊದಲಾಗುವಾಗ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಡುತ್ತಾರೆ. ആര് മുതലുള്ള മരിച്ചവർ? ಯಾರಿಂದ ಸತ್ತವರು? ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആബേലിനിಂದ ಇರೋ ವಿಶುದ್ಧರು ಎಬ್ಬಿಸಲ್ಪಡುತ್ತಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്നവരായ നാം, ಜೀವಂತರಾಗಿರೋ ನಾವು എന്താകും? ಏನಾಗುತ್ತೆ? രൂപാന്തരപ്പെടും. ಕ್ಷಣದಲ್ಲೇ ನಾವು ರೂಪಾಂತರಗೊಳ್ಳುತ್ತೇವೆ. ജീവനോടെ ശേഷിക്കുന്നവർ മരിക്കത്തില്ല, ಜೀವಂತವಾಗಿರೋ ಸಾಯೋದಿಲ್ಲ.
പക്ഷേ രൂപാന്തരപ്പെടും. ಅವರು ಮಾರ್ಪಡುತ್ತಾರೆ. ഈ മൺമയമായ ശരീരം ಈ ಮನ್ಮಯವಾಗಿರೋ ಶರೀರ സ്വർഗീയമായ ഒരു ശരീരമായി മാറും. ಸ್ವರ್ಗೀಯವಾದ ಒಂದು ഈ ದೇಹವಾಗುತ್ತದೆ. ദ്രവത്വമുള്ള ശരീരം ಈ ಸಾಯುವ ക്ഷയമില്ലാത്തൊരു ശരീരമായി മാറും. മരണമിಲ್ಲದೆ ಇರೋ ದೇಹವಾಗುತ್ತದೆ. ഒരു തേജസ്സിന്റെ ശരീരമാകും. ಒಂದು ಮಹಿಮೆಯ ದೇಹವಾಗುತ್ತದೆ. കാഹളം ധ്വനിക്കുമ്പോൾ ತುತ್ತೂರಿ ಊದು ಆಗುವ നമ്മളെല്ലാവരും ഉയർത്ത് എഴുന്നേൽക്കും. ನಾವೆಲ್ಲರೂ ಮಾರ್ಪಡುವೆವು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು കർത്താവിന്റെ വരവിനെ കുറിച്ചും ಕರ್ತನ ಬರವಣಿಗೆಯ ಕುರಿತು ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ಪುನರುದ್ಧಾನದ ಕುರಿತು അനേക കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ಹಲವಾರು ವಿಷಯಗಳು ನಮಗೆ ಹೇಳಿಕೊಡ್ತಿದ್ದಾರೆ. തിമോത്തിയുടെ ലേഖനം പഠിക്കുമ്പോൾ ತಿಮೋತಿಯ ಲೇಖನ ಕಲಿಯುವಾಗ അന്ത്യകാലത്ത് ಕೊನೆಯ ಕಾಲದಲ್ಲಿ ദുർഘട സമയങ്ങൾ വരുമെന്നും ಕೆಟ್ಟ ಸಮಯಗಳು ಬರುತ್ತೆ ಎಂಬುದಾಗಿ ಮನುಷ್ಯರು സ്വസ്നേഹികളും ಸ್ವಸ್ನೇಹಿಗಳು ആമെ പിതൃകന്താക്കളും മാതൃകന്താക്കളും പ്രൈസ് ദി ലോർഡ് ತಂದೆ ತಾಯಿಗಳನ್ನಾಗಿ സ്തോത്രം. ಹല്ಲೇಲೂಯ. ആമേൻ. ഇങ്ങനെ ഒരു 23 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 23 വിഷയಗಳಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അന്ത്യകാലത്ത് ಕೊನೆಯ ಕಾಲದಲ್ಲಿ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റം ನಮ್ಮ ಒಳಗಡೆ ನಡೆಯುವ കർത്താവിന്റെ ಬದಲಾವಣೆ വരവിനെ കാണിക്കുന്നു. ಕರ್ತನ ಬರವಣಿಗೆಯನ್ನು ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ ಇಸ್ರಾಯೇಲ್ ನಡೆಯುವ ವಿಷಯಗಳು കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. ಕರ್ತನ ಬರವಣಿಗೆಯನ್ನು ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ಲೋಕದಲ್ಲಿ ನಡೆಯುವ ಯುದ್ಧಗಳು കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. ಕರ್ತನ ಬರವಣಿಗೆಯನ್ನು ತೋರಿಸುತ್ತದೆ. സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ സഭയൊಳಗಡೆ ನಡೆಯುವ ವಿಷಯಗಳು ദൈവത്തിന്റെ വരവിനെ കാണിക്കുന്നു. ದೇವರ ಬರವಣಿಗೆಯನ್ನು പ്രൈസ് ദി ലോർഡ്. ತೋರಿಸುತ್ತದೆ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഒരുങ്ങുമ്പോൾ ಲೋಕ ಪೂರ್ತಿ ഒരു യുദ്ധം മാത്രമല്ല, ಒಂದು ಯುದ್ಧ ಮಾತ್ರವಲ್ಲ, എല്ലാ രീതിയിലും ഒരുങ്ങുമ്പോൾ ಎಲ್ಲಾ ರೀತಿಯಲ್ಲಿ സ്തോത്രം എല്ലാ രീതിയിലും ഒരുക്കപ്പെടുമ്പോൾ ಎಲ್ಲಾ ರೀತಿಯಲ್ಲಿ സുവിശേഷം അതിവേഗം പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ಸುವಾರ್ತೆ അതിಬೇಗನೆ ಹರಡುತ್ತದೆ. ഈ ഇറാനൊക്കെ ಈ ಇರಾನ್ ಎಲ್ಲ ഇത്ര സ്ട്രോങ് ആയിട്ട് ಇಷ್ಟು ಸ್ಟ್ರಾಂಗ್ ಆಗಿ മുസ്ലിം രാജ്യമായിട്ടും ಮುಸ್ಲಿಂ ലോകത്തിൽ ರಾಜ್ಯವಾಗಿದ್ದರೂ ഏറ്റവും കൂടുതൽ ജനം വിശ്വാസത്തിലേക്ക് വരുന്ന ഇറാനിലാണ്. ಲೋಕದ ಅತಿ ಜನರು ನಂಬಿಕೆಗೆ ಬರ್ತಾ ಇರೋದು ಇರಾನ್ ಅಲ್ಲ. ചൈനയുടെ കോട്ടകളെ പൊളിച്ചുകൊണ്ടാണ് സുവിശേഷം എത്തുന്നത്. ಸೈನ್ಯ ಕೋಟೆಗಳು ಒಡೆದಾಕಿನ ഇന്ത്യയുടെ ഛത്തീസ്ഗഡ്, ಇಂಡಿಯಾದ യുപി, ಯುಪಿ, മധ്യപ്രദേശ് ಮಧ್ಯಪ್ರದೇಶ സുവിശേഷത്തിന്റെ ശവപ്പറമ്പുകളാണ്. ಸುವಾರ್ತೆ പക്ഷേ ಆಗಿದೆ. സുവിശേഷം അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ಸುವಾರ್ತೆ ಹರಡುತ್ತಾ ಇದೆ. ആമേൻ. ഇന്നലത്തെ ഒരു ന്യൂസ് കണ്ടത്, ನಾನು ಒಂದು ನ್ಯೂಸ್ കഴിഞ്ഞ ನೋಡಿದ್ದು 10 വർഷത്തിന്റെ 10 ವರ್ಷದಲ್ಲಿ 1000 ഇരട്ടി ജനങ്ങളാണ് വിശ്വാസി വന്നുകൊണ്ടിരിക്കുന്നത്. 1000 ಜನರಾಗಿದೆ 10 വർഷം മുമ്പുള്ളതിന്റെ 1000 ഇരട്ടി. 10 ವರ್ಷದ ಹಿಂದೆ ಇದಕ್ಕಿಂತ ഇതുവരെ കാണാത്ത സുവിശേഷ പീഡനം. ಇದುವರೆಗೂ ನೋಡಿದ കർത്താവ് പറഞ്ഞു, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾರೆ, ആമേൻ, അപ്പൻ മക്കളെയും ತಂದೆ ಮಕ್ಕಳನ್ನು മക്കൾ അപ്പനമ്മമാരെയും പിടിച്ചു കൊടുക്കും. ತಂದೆ ತಾಯಿಗಳನ್ನು ಹಿಡಿದು പരസ്പരം പകയ്ക്കും. ಆ കಡೆಗೆ അവസാനകാല ലക്ഷണമാണ്. ಅದು ಕೊನೆ ಕಾಲ ആമേൻ. ಲಕ್ಷಣವಾಗಿದೆ. അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിൽ പോയാൽ ಅವರ ಮನೆಯಿಂದ ಒಬ್ಬರು ನಂಬಿಕೆಗೆ ಹೋದರೆ കൊല്ലുകയാണ്. ಅವರನ್ನು യേശു പറഞ്ഞതെല്ലാം സംഭവിക്കുക. ಯೇಸು ಹೇಳಿದೆಲ್ಲ ನಡೆಯುತ್ತದೆ. എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയുക, ಅದೊಂದು ವಿಷಯ ನಾವು നമ്മുടെ ತಿಳಿಬೇಕು, കർത്താവ് വരാൻ ನಮ್ಮ സമയമാണ്. ಕರ್ತನ ಬರಕ್ಕೆ Praise ಸಮಯವಾಗಿದೆ. the Lord. Hallelujah. യേശുവിന് വരവിന് വേണ്ടി ഒരുങ്ങുക മാത്രമല്ല, ಯೇಸುವಿನ ಬರವಣಿಗೆಗೆ വേഗത്തിൽ ಸಿದ್ಧವಾಗೋದು സുവിശേഷം ಮಾತ್ರವಲ್ಲ, അറിയിപ്പാൻ, ಬೇಗನೆ ಸುವಾರ್ತೆ ಸಾರಕ್ಕೆ, വേഗത്തിൽ ദേശത്തോട് ಬೇಗನೆ ದೇಶಕ್ಕೆ ആമേൻ യേശുവിനെ കുറിച്ച് പറയുവാൻ, ಯೇಸುವಿನ ಕುರಿತು വരവിനെ കുറിച്ച് പറയുവാൻ, ಬರವಣಿಗೆ ಕುರಿತು ಹೇಳಕ್ಕೆ, അന്ത്യകാലത്തെ കുറിച്ച് ಕೊನೆ പറയുവാൻ ಕಾಲದ ಕುರಿತಾಗಿ ಹೇಳಕ್ಕೆ നമ്മൾ ഏൽപ്പിക്കേണ്ട ನಾವು സമയമാണ്. ನಮ್ಮನ್ನೇ ಸಮರ್ಪಿಸುವ ಸಮಯವಾಗಿದೆ. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚೋಣ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ನೀವು ನನ್ನ ಹತ್ರ ಕ್ಷಮಿಸಬೇಕು. സ്തോത്രം. ഹല്ലേലൂയ. അത് അങ്ങനെ പറയുന്ന ഒരു മെസ്സേജ് അല്ല. ಅದು ಹಾಗೆ ಹೇಳ್ಬೇಕಾಗಿರೋ ಒಂದು ಮೆಸೇಜ್ ಅಲ್ಲ, അടയാള സഹിതമായി ಒಂದು ಸೂಚನೆ ಸಹಿತವಾಗಿ 3 കാറ്റഗറി തിരിച്ച് 3 ವಿಷಯಗಳು ಭಾಗ ಮಾಡಿ 3 വിഷയങ്ങൾ: 3 ವಿಷಯಗಳು, ദേവാലയത്തിന്റെ നാശം, ದೇವಾಲಯದ ನಾಶವು, യേശുവിന്റെ വരവ്, ಯೇಸುವಿನ ಬರವಣಿಗೆ, ലോകത്തിന്റെ അവസാനം. ಲೋಕದ ಕೊನೆ. യേശു പറഞ്ഞത്, ಯೇಸು ಹೇಳಿದ್ದು, അപ്പസ്തോലന്മാർ ഉറപ്പിച്ചത്, ಅಪೊಸ್ತಲರು ದೃಢಪಡಿಸಿದ್ದು, പ്രവാചകന്മാർ പറഞ്ഞത്, ಪ್ರವಾದಿಗಳು ಹೇಳಿದ್ದು, ദൂതൻ പറഞ്ഞത്. ದೂತನು ಹೇಳಿದ್ದು. സ്തോത്രം. ഹല്ലേലൂയ. സഭയിലെ മാറ്റം, ಸಭೆಯ നമ്മുടെ ಬದಲಾವಣೆ, വ്യക്തിപരമായ ജീവിതത്തിലെ മാറ്റം, ನಮ್ಮ ವೈಯಕ್ತಿಕ ಜೀವಿತದ ಬದಲಾವಣೆ, യഹൂദന്മാരുടെ മാറ്റം, ಯಹೂದ ಜನರ ಮಧ್ಯದ ലോകത്തിൽ ಬದಲಾವಣೆ, കാണുന്ന പ്രശ്നങ്ങൾ, ಲೋಕದಲ್ಲಿ ಉಂಟಾಗುವ യെരൂശലേം ಸಮಸ್ಯೆಗಳು, ദേവാലയത്തിന്റെ പണികൾ, ಯೆರೂಸಲೇಮ್ ದೇವಾಲಯದ ಕಟ್ಟುವಿಕೆ, ആമേൻ, സാഹചര്യങ്ങൾ ಸನ್ನಿವೇಶಗಳು എല്ലാം കൂട്ടിയിണക്കേണ്ട ഒരു മെസ്സേജാണ്. ಎಲ್ಲ ಸೇರಿಸಿ ಇಡಬೇಕಾಗಿರೋ ഞാൻ ಮೆಸೇಜ್ മുകൾ ഭാഗത്തോടെ പറഞ്ഞാൽ ಮೇಲೆ ಹೇಳಿದ್ರೆ ഇത് ഏറ്റവും പറ്റിയ ഒരു സമയമാണ്. ಇದು കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ಕರ್ತನ ಬರಣಿಕೆ ആരും ಸಿದ್ಧವಾಗಿ, കൈവിടപ്പെട്ടു പോകും. ಯಾರು ಕೈಬಿಡಲ್ಪಡ, ഈ ലോകത്തിൽ ഒന്നുമില്ലേ, ಈ ಲೋಕದಲ್ಲಿ ಏನು ಇಲ್ಲ ഒന്നും കിട്ടിയില്ലേ, ಏನು ಸಿಕ್ಕಿಲ್ಲ ಅಂದ್ರೆ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തു. ಯೇಸುವಿನ ಬರವಣಿಗೆಗೆ ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. നമ്മൾ എടുക്കപ്പെടുവാൻ ನಾವೆತ್ತಲ್ಪಡಕ್ಕೆ കർത്താവ് പറഞ്ഞ പ്രകാരം ಕರ್ತನ ಹೇಳಿದ ಪ್ರಕಾರ 2 പേർ ഒരു മഞ്ചത്തിൽ കിടക്കും. 2 ಜನ ಒಂದು ಮಂಚದಲ್ಲಿ ಮಲ್ಕೊಂಡು, എടുക്കപ്പെടും, ಒಬ್ಬನ ಎತ್ತಲ್ಪಡುತ್ತೆ, ഒരുവൻ തള്ളപ്പെടും. ಒಬ್ಬನ ತಳ್ಳಲ್ಪಡುತ್ತಾನೆ. 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും. 2 ಜನ ഒരാൾ എടുക്കപ്പെടും, ಒಬ್ಬರು ಎತ್ತಲ್ಪಡುತ್ತಾರೆ, ഒരാൾ തള്ളപ്പെടും.
തള്ളപ്പെടും. ಒಬ್ಬರು ತಳ್ಳಲ್ಪಡುತ್ತಾರೆ. രണ്ടുപേർ വയലിൽ ಇಬ್ಬರು പണിയെടുത്തുകൊണ്ടിരിക്കും. ಜನ ಒಲೆಯಲ್ಲಿ ಕೆಲಸ ഒരാൾ ಮಾಡ್ತಾರೆ. എടുക്കപ്പെടും, ಒಬ್ಬರು ಎತ್ತಲ್ಪಡುತ್ತಾರೆ, ഒരാൾ തള്ളപ്പെടും. ಒಬ್ಬರು അയ്യോ, ತಳ್ಳಲ್ಪಡುತ್ತಾರೆ. ദൈവത്തിന്റെ പൈതലേ, ದೇವರ ಮಗುವೇ, ഇത് നോഹയുടെ കാലം പോലെ, ಇದು ನೋಹೆಯ ഇത് ಕಾಲ, ലോത്തിന്റെ കാലം പോലെ, ಲೋತಿನ ಕಾಲ, മനുഷ്യപുത്രന്റെയും വരവാകും. ಮನುಷ್ಯನ അവർ ಕುಮಾರನ തിന്നും ಬರವಣಿಗೆ കുടിച്ചും ಅವರು ತಿಂದು ಕುಡಿದು ആമേ കൊണ്ടും കൊടുത്തും വിവാഹത്തിനെടുത്തും കൊടുത്തും ಮದುವೆ ഇരിക്കുമ്പോൾ ಮಾಡಿ ಸಂತೋಷ കാഹളം ധ്വനിക്കും. ತುತ್ತೂರಿ ಶಬ್ದ ಕೇಳಲ್ಪಡುತ್ತದೆ. കണ്ണിനുള്ളിൽ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും. ಕ್ಷಣ ಮಾತ್ರದಲ್ಲಿ നമ്മളോ ದೇವರ ಸಭೆ യേശുവിന്റെ വരവെങ്കിൽ ಯೇಸುವಿನ കൈവിടപ്പെടാതിരിപ്പാൻ. ಬರವಣಿಗೆಯಲ್ಲಿ ಕೈಬಿಡಬಾರದು. ദൈവമേ, ದೇವರೇ, അങ്ങയുടെ വരവെങ്കിൽ ನಿಮ್ಮ ഞാൻ ಬರವಣಿಗೆಯಲ್ಲಿ കൈവിടപ്പെട്ടു പോകല്ലേ ನಾನು ಕೈಬಿಡಲ್ಪಡಬಾರದು പ്രാർത്ഥനയോടെ ಎಂಬುದಾಗಿರೋ ಪ್ರಾರ್ಥನೆ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ದೇವರ ಕೈಗಳಲ್ಲಿ ನಮ್ಮನ್ನೇ ಸಮರ್ಪಿಸು. ഊറാബാല ഭൗഡികിരകടയ പ്രബലകടക ജനകടയ പ്രഭാതിയാൽ കടത്തെ ഊഹോരിയാൽ കടത്തെ റകൽ ഭൗഡിയിരകടത്തെ ചുതപരഭൗഷാരകടയം അസ്തമാനകടയ പ്രബലം ശബലകടക ജനകടയം റീഭാലഭൗഷം